ഹായ് സുഹേൽ. Hi Jasir, സുഖല്ലേ? സുഖം തന്നെ. How are you? ഓക്കെ. ആം ഗുഡ്. എവിടുന്നാ ജോയിൻ ചെയ്യണപ്പോൾ? I am currently in Chicago, USA. ഓക്കെ, നൈസ്. ഞാൻ ഇപ്പോൾ യു എയിലാണ് ഉള്ളത്. Okay. നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻസ് യു എയിലാണ്. അപ്പം ഇടയ്ക്ക് Mm. ഞാനിവിടെ ആണ് സ്റ്റേഷൻ ഉണ്ടാവുക. ഓക്കെ, ഏതായാലും നമ്മൾ കഴിഞ്ഞ നവംബറിൽ ഷിക്കാഗോയിൽ നിന്ന് മീറ്റ് ചെയ്തത് തന്നെ ഒരു സംഭവമാണ്. അതെ വളരെ അതെ അതെ അതെ. യാദൃശ്ചികമായിട്ടാണ് നമ്മൾ Completely മീറ്റ് random, ചെയ്തത്. yes. അതെ. ഞാൻ ആക്ച്വലി ഷിക്കാഗോയിലേക്ക് വന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ സുഹേലിനെ നോക്കിയിട്ട് ഷിക്കാഗോയിൽ ആരുള്ളത്, ഞാൻ എവിടെ പോയാലും ഇങ്ങനെ നോക്കും ആരെങ്കിലും ഉണ്ടോന്ന്. Yes. അപ്പോൾ ഷിക്കാഗോയിൽ ഉണ്ട് സുഹേൽ എന്ന് മനസ്സിലായി. അപ്പോൾ ഒരു മെസ്സേജ് ഫേസ്ബുക്കിൽ അയച്ചു. Mm. പിന്നെ ഞാനും അത് വിട്ടുപോയി. അതെ. പിന്നെ ഞാൻ ഒരു ഷവർമ്മ തെരഞ്ഞ് പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് കയറിയപ്പോൾ അവിടെയാണ് Yes. സുഹേലിനെ കാണുന്നത്. അത് അതെ ഭയങ്കര അതെ അതെ അതെ. കോയിൻസിഡൻസ്. Yeah, completely coincidental, yes. ഓക്കെ. അതേതായാലും വളരെ ഏതായാലും അന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് നമുക്ക് ചെയ്യാം എന്നൊക്കെ Yes. പറഞ്ഞാൽ നമ്മൾ ഏതായാലും അത് റിയാലിറ്റി ആയിരിക്കുകയാണ്. അതൊരു took Yes, some yes, 5 months, yes. എന്നാലും കുഴപ്പമില്ല. Correct. Actually, if you recall, ഞങ്ങൾ അന്ന് മീറ്റ് ചെയ്തതിന് we met after at least 20 years or something അല്ലേ? ആ, ഒരു നമ്മള് എന്തായാലും ഒരു 15 വർഷത്തിന്റെ മേലെ. യെസ്. correct ഇപ്പോൾ correct. ഓൾമോസ്റ്റ് 18 Already, ഇയേഴ്സ്. yes. അതെ അതെ, കറക്റ്റ് കറക്റ്റ് അപ്പൊ ഫോർ കോണ്ടെക്സ്റ്റ് നമ്മൾ ഒരുമിച്ച് എഞ്ചിനീയറിംഗ് പഠിച്ചതായിരുന്നു അല്ലേ? കറക്റ്റ്. അതെ. ഓക്കെ. അപ്പോൾ ഞാൻ ഞാൻ ആ കാര്യം ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ആക്ച്വലി എന്തുണ്ടായെന്ന് യെസ്. വെച്ചാൽ ഞാൻ കോളേജിൽ നിന്ന് ഞാൻ സുഹേലിനെ കാണുന്ന സമയത്ത് ഞാൻ സുഹേലിനെ നോട്ട് ചെയ്യുന്നത് ആ, ഈ ഗെയിമിംഗ് കോമ്പറ്റീഷനായിട്ട് ബന്ധപ്പെട്ട എനിക്ക് ഗെയിമിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിലും പക്ഷെ ആ. ഞാനൊരു ഗെയിമിംഗ് കോമ്പറ്റീഷൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു കോർഡിനേറ്റർ ആയിട്ടും ഒക്കെയാണ് ഞാൻ ആദ്യമായിട്ട് സുഹേലിനെ നോട്ട് ചെയ്യുന്നത്. പിന്നീട് ഞാൻ എപ്പോഴോ മെൻസ് ഹോസ്റ്റലിൽ ഇങ്ങനെ വേറെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് ജസീമിൻ്റെ കൂടെയൊക്കെയാന്ന് തോന്നുന്നു വന്ന യെസ് യെസ് സമയത്ത് യെസ്. സുഹേലിൻ്റെ റൂമിൽ ഒരു വർക്ക് സ്റ്റേഷനും പിന്നെ എന്താ പറയുക ഫുൾ ഗെയിമിങ് സെറ്റപ്പ് ഒക്കെ കണ്ടു. പിന്നെ അന്നേ എനിക്ക് തോന്നുന്നു ഫോട്ടോഷോപ്പിലുള്ള കുറേ യെസ് അഭ്യാസങ്ങളും ഒക്കെ ഒക്കെ യെസ് 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 യെസ്. കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സുഹേലിനെ കുറിച്ചുള്ള ഒരു എൻ്റെ മൈൻഡിൽ സെറ്റായിട്ടുള്ളൊരു ഓർമ്മ. അത് നിങ്ങളുടെ ലിസണേഴ്സിന് ഒരു കോണ്ടെക്സ്റ്റിന് വേണ്ടിയിട്ട് ദിസ് ഇസ് ഐ തിങ്ക് 2005-2006. അപ്പൊ ഇതൊക്കെ വളരെ ലൈക്ക് എന്താ പറയാ റെയർ ആയിട്ടുള്ള കാണുന്ന ഒരു കറക്റ്റ്. സംഭവമായിരുന്നു. ബിക്കോസ് അന്ന് ജസ്റ്റ് ഈ ലാപ്ടോപ്പ് റെവല്യൂഷൻ തുടങ്ങുന്ന സമയമായിരുന്നു. ആൾക്കാർക്ക് എല്ലാവർക്കും ലാപ്ടോപ്പ് ആയിട്ടില്ല. എക്സാക്ട്ലി. ലക്കിലി വി വർ വെൽ ഓഫ് ആൻഡ് ഉപ്പ ഒരു ലാപ്ടോപ്പ് എനിക്ക് മേടിച്ചു തന്നിരുന്നു അന്ന് 2005-2006 കമ്പ്യൂട്ടർ സയൻസ് തന്നെ ആയിരുന്നു ഞാൻ പഠിച്ചത്. അപ്പോൾ പിന്നെ എന്താന്ന് വെച്ചാൽ പണ്ടേ ഞാൻ സ്കൂൾ ടൈമിൽ തന്നെ അത്യാവശ്യം കമ്പ്യൂട്ടർ സയൻസിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളും അതൊക്കെ ആയതുകൊണ്ട് ഓഫ് കോഴ്സ് പലരുടെയും എൻട്രി പോയിന്റ് ഗെയിമിംഗ് തന്നെയാണ്. ഞാനും അതേപോലെ തന്നെ വീഡിയോ ഗെയിംസിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇതാ ഒരു കാണണ്ടാന്ന് അറിയില്ല കൺട്രോളർ ഇപ്പോഴും അറ്റാച്ച്ഡ് ആണ് കമ്പ്യൂട്ടറായിട്ട്. ഓക്കെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോ I still indulge in some video games every now and then. ഓക്കെ, But yeah, ഇൻട്രസ്റ്റിംഗ്. and then നമുക്ക് കുറെ മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ബിക്കോസ് എന്റെ റൂംമേറ്റ്സ് രണ്ടുപേരും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ. അതെ അതെ യെസ് അതെ യെസ് അതെ. യെസ്. ആക്ച്വലി അപ്പൊ എനിക്ക് സ്കൂളിൽ നിന്നൊക്കെ ഈ ഞാനൊരു 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് എൻ്റെ അങ്കിള് പുള്ളി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പോൾ എനിക്ക് ശരി. ചെറുപ്പം ഓക്കെ. മുതലേ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അപ്പോൾ എനിക്ക് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ്. എനിക്ക് ഭയങ്കര താല്പര്യമുള്ള അങ്ങനെ ഞാൻ വിഷ്വൽ ബേസിക് 6ൻ്റെ ഒരു പുസ്തകം ഒരു 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 ടെക്സ്റ്റ് ബുക്ക് പോലത്തെ ഒരു റെഫറൻസ് റൈറ്റ് ടെക്സ്റ്റ് റൈറ്റ് റൈറ്റ്. എൻ്റെ ഫാദറിനെ കൊണ്ട് വാങ്ങിപ്പിച്ചു ഒരു 9ാം ക്ലാസ്സിൽ നിന്ന്. അങ്ങനെ ഞാൻ കുറേ അതിൻ്റെയൊക്കെ കുറേ സാധനങ്ങൾ ട്രൈ ചെയ്തൊക്കെ നോക്കുക. അങ്ങനെ ഞാൻ സോഫ്റ്റ്വെയറിലായിരിക്കും എനിക്ക് താല്പര്യം. പക്ഷെ +2 പോയ സമയത്ത് +1 +2 കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ഇൻട്രസ്റ്റ് ആകെ ഇലക്ട്രിക്കലിലേക്ക് ഷിഫ്റ്റായി. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഓക്കെ ഇതാണ് എനിക്ക് രസം എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ ഇലക്ട്രിക്കലിൽ എത്തുന്നത് ആക്ച്വലി. ഓക്കെ. അപ്പൊ ഈ സർക്യൂട്ടുകളൊക്കെ വരച്ചിട്ടായിരിക്കും അല്ലേ അല്ല, മോർ ലെവൻത്ത് സർക്യൂട്ട് ട്വൽത്ത്? വരച്ചിട്ടാണോന്ന് അറിയില്ല. പക്ഷെ ഓവറോൾ അങ്ങനെ ഉണ്ടല്ലോ ഓക്കെ ഓക്കെ. ഒരു ഇലക്ട്രിസിറ്റി ഒരു 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 ഇൻട്രസ്റ്റ്. അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ്. ഫിസിക്സിൽ നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോഴാണല്ലോ ശരിക്കും അതെ 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 +1 അതെ +2 നമ്മൾ അതെ അതെ. ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോഴാണല്ലോ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇങ്ങനെ യെസ് ക്ലിയർ യെസ് ആയി വരിക. യെസ്. അപ്പോൾ അത് ശരിക്കും എനിക്ക് റിയലി ഡിപ്പെൻസ്. ചിലർക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും അത്. അതൊക്കെ ഒരു സാധനം കാണുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കാണുമ്പോൾ ഈ മറ്റേ ബേസിക് ഫിസിക്സ് ഒക്കെ പഠിക്കുമല്ലോ ഈ ഇലക്ട്രിസിറ്റിയും റെസിസ്റ്റൻസും വോൾട്ടേജ് ഒക്കെ. അപ്പൊ പലർക്കും അത് കണ്ട ഫോർമുല ആയിട്ട് തോന്നുള്ളൂ. പക്ഷെ അതിന്റെ പ്രാക്ടിക്കൽ ഒക്കെ പഠിക്കുമ്പോൾ then you'll understand like അത്
ശരിക്കും ആലോചിച്ചാൽ അതൊരു കൺട്രോളബിൾ മാജിക് അല്ലേ അതെ അതെ ശരിക്കും. അതെ അതെ. ആ ഒരു അപ്പോൾ ഇത് വരും. That's true. കറക്റ്റ്. അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ ഇലക്ട്രിക്കലിലേക്ക് എത്തി. ഏതായാലും Okay. എന്തുകൊണ്ടാണ് സുഹൈൽ എനിക്ക് തോന്നുന്നത് കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരാൻ കാരണം? എങ്ങനെയാണ് ചോയ്സ്? ചെറുപ്പത്തിൽ നിന്ന് ഇങ്ങനെ വന്ന ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ വന്നിങ്ങനെ അതിലേക്ക് കണ്ടിന്യൂ ചെയ്താണോ, അല്ലെങ്കിൽ സ്പെസിഫിക് എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടായോ അങ്ങനെ? ഐ ബിലീവ് കുറെയൊക്കെ ലക്കാണ്. എന്താന്ന് വെച്ചാല് ഈ ഒരു എൻ്റെ ഉപ്പ, ദാറ്റ് ഇസ് മൈ ഫാദർ, മൂപ്പര് ഖത്തറിൽ അവിടെ ഒരു വലിയ ഒരു ഓഫീസ് ഓട്ടോമേഷൻ ഫേമിലായിരുന്നു, മന്നായി കോർപ്പറേഷൻ എന്ന് പറയും. അവരായിരുന്നു മെയിൻ ആയിട്ട് ഒരു ഓഫീസ് ഓട്ടോമേഷൻ സപ്ലയർ കമ്പനി I think ആയിരുന്നു. still they are. ഓ മന്നായി ഇൻഫോടെക് ഇപ്പോഴും വളരെ വലുതാണ് അവിടെ. സോ അവര് ഇനിഷ്യലി ദേ യൂസ് ടു ബി ദ മെയിൻ സപ്ലയർ ഫോർ ഡിജിറ്റൽ എക്വിപ്മെന്റ് കോർപ്പറേഷന്റെ DEC മെയിൻ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ലൈക്ക് 70s മുതൽ അവര് ചെയ്യുന്ന ഒരു ബിസിനസ് വെർട്ടിക്കൽ ആയിരുന്നു അത്. എന്റെ ഉപ്പ അവിടെ ഒരു ഇതായിരുന്നു, ഇന്റേണൽ ഓഡിറ്റർ ആൻഡ് യുനോ ക്ലറിക്കൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോ അങ്ങനെ he used to see ഇങ്ങനത്തെ കമ്പ്യൂട്ടേഴ്സ്, പേഴ്സണൽ കമ്പ്യൂട്ടർ റെവല്യൂഷൻ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഇറ്റ് വാസ് എ വെരി ഗുഡ് ടൈം ടു ബി ഇൻ ഗൾഫ്, ബിക്കോസ് നമുക്ക് ഏർലി ആക്സസ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഹാർഡ്വെയർ ആയിട്ട്. യുനോ ഇന്ത്യയിലേക്ക് വരാൻ കുറെ ടൈം എടുത്തു ടെക്നിക്കലി, ബിക്കോസ് അതിന്റെ ഇമ്പോർട്ട് റെസ്ട്രിക്ഷനും വിലയും അതൊക്കെ കാരണം. അപ്പൊ ഈ പഴയ കമ്പ്യൂട്ടർ എക്വിപ്മെന്റ് ഒക്കെ ഉപ്പാക്ക് ഒരു ത്രോ അവേ റേറ്റിനൊക്കെ കിട്ടായിരുന്നു. ഈ ഓഫീസൊക്കെ ബാൻഡേജ് ചെയ്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപ്ഗ്രഡേഷൻ സൈക്കിളിൽ ഒഴിവാക്കിയ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ. അപ്പൊ എന്റെ ആദ്യത്തെ കമ്പ്യൂട്ടർ എനിക്ക് കിട്ടിയത് ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ 1993 ഒരു 286 മെഷീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു വീട്ടില്. അതില് എന്താന്ന് വെച്ചാൽ ഇതൊരു മെഷീനാണ്, ഇതില് ഞാൻ ചെറുതാണല്ലോ, അപ്പൊ എനിക്കറിയാം ഇതില് ഗെയിം ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഗെയിം കളിക്കാം. പലരുടെ എൻട്രി പോയിന്റ് അതാണല്ലോ. കമ്പ്യൂട്ടർ ലാബ് പോകുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താ, അതായത് കുട്ടിയൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഇൻകൾക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ലൈക്ക് ഓക്കെ നമുക്ക് പോയി കമ്പ്യൂട്ടർ ലാബിൽ നമുക്ക് കമ്പ്യൂട്ടർ ട്രൈ ചെയ്യാം, നമുക്ക് ഗെയിംസ് കളിക്കാം. ഇപ്പോഴത്തെ ജനറേഷനും ഇപ്പം സ്ക്രീൻ നേറ്റീവ് മൊബൈൽ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ അത്രയൊരു ഫാസിനേഷൻ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്കൊക്കെ അത് വലിയ കാര്യമായിരുന്നു, ബിക്കോസ് യു കൻ ഗോ, യു കൻ പ്ലേ ഗെയിംസ് ഓൺ എ കമ്പ്യൂട്ടർ. ആൻഡ് അന്നൊന്നും വിൻഡോസ് ഇല്ല. ഇതിന്റെ ഫസ്റ്റ് കമ്പ്യൂട്ടർ DOS പ്യുവർ MS DOS ആയിരുന്നു. 286 ആയിരുന്നു. DOS 3 DOS 4 ആയിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ഗെയിം കളിക്കാൻ കമാൻഡ്സ് പഠിക്കണം. നമുക്ക് ഇപ്പം സ്ക്രീനിൽ ടാപ്പ് ചെയ്താൽ മതി, മറ്റേത് മൗസ് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് അതൊന്നല്ല, ഇത് കമാൻഡ് തന്നെ അടിക്കണം. അപ്പൊ ആദ്യം പഠിച്ച കമാൻഡ് അതായിരുന്നു CD ഗെയിംസ്, CD പ്രിൻസ്. അപ്പൊ പ്രിൻസ് ഓഫ് പേർഷ്യ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡേവ്. പിന്നെ നിങ്ങളുടെ നാട്ടിലെ ലിസണേഴ്സ് ആണെങ്കിൽ ഓഫ് കോഴ്സ് വിൻഡോസ് ആയിട്ട് തുടങ്ങിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരേ ഒരു ഗെയിം ഉള്ളൂ നാട്ടില്, അതാണ് റോഡ് റാഷ്. എല്ലാവർക്കും. അപ്പൊ അതാണ് പൊതുവെ പലരുടെ ഒരു എൻട്രി പോയിന്റ്. പക്ഷെ എനിക്ക് എന്താന്ന് വെച്ചാൽ എനിക്ക് അത് അത്രയ്ക്കും റിയലി എൻജോയ്ഡ്. അതിൽ ശരിക്കും എന്താ പറയാ ഇമ്മേഴ്സ്ഡ് ആയിപ്പോയി ഈ ഗെയിം ഇതില്. ആൻഡ് എന്താന്ന് വെച്ചാൽ ചില ഗെയിംസ് ഒക്കെ ഇഫ് യു വാണ്ട് ടു റൺ ദം ഇറ്റ്സ് ക്വൈറ്റ് ഹാർഡ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ Wolfenstein 3D എന്ന് പറഞ്ഞ ഒരു ഗെയിം ഉണ്ട്, അത് വളരെ ഫേമസ് ആണ്. ഇറ്റ് ഇസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഈ ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ ഉണ്ടല്ലോ, ഈ നമ്മുടെ എന്താ പറയാ നോട്ട് ക്വൈറ്റ് ലൈക്ക് PUBG, പക്ഷെ ഈ ഡൂം അങ്ങനത്തെ ഗെയിംസ് ഒക്കെ റൺ ചെയ്യാൻ യുവർ ഹാർഡ്വെയർ ഹാസ് ടു ബി വെരി ഗുഡ്. ലൈക്ക് അത്യാവശ്യം നല്ല CPU റാമും പ്രോസറും മെമ്മറി വേണം. അപ്പോ ഇതൊക്കെ എന്താ പറയാ ഒരു ചെറിയ അതെ ഫസ്റ്റ് ഓഫ് ഓൾ ആ 286 ഭയങ്കര സ്കേർസ് ആണ്. അപ്പൊ ഇത് റൺ ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. അപ്പൊ അത് പല കമാൻഡ്സ് ഒക്കെ പഠിക്കണം, മെമ്മറി ഫ്രീ ആയിട്ടുള്ള കമാൻഡ്സ് ഒക്കെ പഠിക്കണം. അപ്പൊ ഈ കമ്പ്യൂട്ടറിന് കൂടെ തന്നെ കുറെ ബുക്സും കുറെ മാഗസീൻസും അതൊക്കെ എല്ലാം ക്രെഡിറ്റ് ഉപ്പ തന്നെയാണ്. ഉപ്പ ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഓഫീസിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും വീട്ടിലേക്ക്. അപ്പൊ ബേസിക്കലി ഇതിലിരുന്ന് ഇങ്ങനെ ശരിക്കും ഇമേഴ്സ്ഡ് ആയി. കമാൻഡ്സ് ഒക്കെ പഠിച്ചു. MS DOSന്റെ ഒരു ട്യൂട്ടർ ഉണ്ടായിരുന്നു, ഒരു ഓൺലൈൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രോഗ്രാമാണ്. അന്ന് നെറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോ ഈ ഒരു ട്യൂട്ടർ പ്രോഗ്രാം വെച്ചിട്ട് MS DOS കമാൻഡ്സ് പഠിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി ഫാമിലിയിലത്തെ ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ആയി.
പല ഫ്രണ്ട്സും ഫാമിലി ഫ്രണ്ട്സിന്റെ മറ്റേ എന്താ പറയാ ട്രബിൾ ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന ഒരാളായി പോയി. അപ്പൊ അതെ ഉപ്പ ഇങ്ങനെ അയക്കും, അവിടെ ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും, ഒന്ന് പോയി നോക്കോ, ഇവിടെ ഒരു പ്രിന്ററിന്റെ പ്രശ്നം. അന്നൊക്കെ ആണെങ്കിൽ കുറച്ച് ചിക്ലി കാശൊക്കെ കിട്ടായിരുന്നു, ഒരു മോന് വന്നില്ലേ ഇതൊക്കെ ചെയ്ത് നോക്കിയില്ലേ, ഇപ്പൊ കുറച്ച് അന്നൊക്കെ ഒരു ഷവർമ പെപ്സി ഒക്കെ മേടിക്കായിരുന്നു, ഒരു മിനി ബിസിനസ് ആയിട്ട് റൺ ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ. അപ്പൊ അങ്ങനെ ശരിക്കും അതിൽ കയറി. പിന്നെ ലക്കിലി സ്കൂളും അത്യാവശ്യം വെൽ എക്വിപ്ഡ് ആയിരുന്നു. അന്ന് ഞാൻ പഠിച്ചത് MBS ഇന്ത്യൻ സ്കൂൾ ദോഹ ഖത്തറിൽ. അന്ന് പണ്ടേ അവര് ലേറ്റ് 80s മുതൽ കമ്പ്യൂട്ടർ ലാബൊക്കെ ഉള്ളതായിരുന്നു. പണ്ട് പാസ്കാൽ വെച്ച് തുടങ്ങി പഠിപ്പിച്ചതായിരുന്നു അന്നത്തെ ടീച്ചേഴ്സ്. ഞാന് ഒരു 9th ആയപ്പോഴത്തേക്ക് അത് C++ ആയി. ആൻഡ് അവർ കുറച്ചുകൂടി ഫോർവേഡ് തിങ്കിങ് ആയിരുന്നു അവരുടെ സിലബസിൽ. 9th 10th ഈവൺ HTML വരെ പഠിപ്പിച്ചു ഞങ്ങൾ. അത് 1999-2000 സോ യു കൻ ഇമാജിൻ അവര് ശരിക്കും ഒരു നോട്ട് നെസസറിലി ഒരു സിലബസ് ബട്ട് ലൈക്ക് ഒരു ഇൻട്രസ്റ്റോടെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചുകൊണ്ട് ഐ തിങ്ക് ഒരുപാട് ആൾക്കാർ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇതുപോലെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് ലൈക്ക് ആ ഒരു ഇൻട്രസ്റ്റോടെ ഒരു പാഷനോടെ കയറി വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ചവരും അതേപോലെ തന്നെ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ഡൺ പ്രിറ്റി വെൽ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബോത്ത് ഇൻഡസ്ട്രിയിലും അക്കാഡമിയിലൊക്കെ കുറെ ആൾക്കാർ അങ്ങനെ കയറി. അപ്പോ ഐ തിങ്ക് ആ ഒരു ഇതാണ്, ആ ഒരു ചൈൽഡ്ഹുഡിൽ തന്നെ ഒരു ഹുക്ക് കിട്ടി, കമ്പ്യൂട്ടർ സയൻസിലേക്ക് എത്തിപ്പെടുന്നത്. പിന്നെ ഞാൻ 12th കഴിഞ്ഞിട്ട് ഇഫ് യു വാണ്ട് ടു ഗോ ദർ ലൈക്ക് 12th കഴിഞ്ഞിട്ട് ഞാൻ ഈ എൻട്രൻസ് ഒക്കെ എഴുതി. അന്നാണെങ്കിൽ ഫസ്റ്റ് .com ബബിളിന്റെ ബേസ്റ്റ് ചെയ്ത ടൈം ആയിരുന്നു 2003. 2001-2002 ഫസ്റ്റ് .com ബബിൾ ബേസ്റ്റ് ചെയ്ത് ഇവിടെ US ഭയങ്കര ഹൈപ്പായിരുന്നു. ഇപ്പത്തെ നമ്മുടെ AI ഹൈപ്പ് പോലെ ഭയങ്കര ഹൈപ്പായിരുന്നു ഫോർ ഇന്റർനെറ്റ് കമ്പനീസ്. അതെ. അപ്പൊ ഇന്റർനെറ്റ് വന്ന് എല്ലാം റെവല്യൂഷനൈസ് ആവും, എല്ലാം ഇ-കോമേഴ്സ് ആയിരിക്കും, ആൾക്കാർ ഇനി ഫിസിക്കൽ സ്റ്റോറിലേക്ക് പോകില്ല ഒരു ബിലീഫ് ഉണ്ടായിരുന്നു US. അപ്പൊ അത് വെച്ചിട്ട് ഒരേ ഇതുണ്ടായിരുന്നു ഇവിടെ. ആൻഡ് അത് അൾട്ടിമേറ്റ്ലി ആ ഒരു ബബിൾ ബേസ്റ്റ് ആയി. ബിക്കോസ് അത് എല്ലാ കമ്പനികളും വിജയിക്കുന്നുള്ള ആ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി കൊളാപ്സ് ആയി ഇവിടെ. അപ്പൊ ആ സമയത്ത് കമ്പ്യൂട്ടർ സയൻസ് തീരെ ഇതായി പോയി, ലൈക്ക് ആർക്കും വേണ്ടാത്തൊരു ബ്രാഞ്ച് ആയി പോയി. 2002 വരെ ഹൈ ഡിമാൻഡിലായിരുന്നു. നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴേക്ക് 2002 കമ്പ്യൂട്ടർ സയൻസ് പാസ് ഔട്ട്സിനൊന്നും പ്ലേസ്മെന്റ് കിട്ടിയ ആർക്കും കോൾ വന്നില്ല. യെസ്, കറക്റ്റ്. ആ ഒരു പാനിക് മോഡായിരുന്നു അന്ന് 2003. ആർക്കും വേണ്ടാത്തൊരു ബ്രാഞ്ച്. CS-ഉം IT-യും രണ്ടുപേർക്കും ലൈക്ക് നോബഡി വാണ്ടഡ് ദോസ് ബ്രാഞ്ചസ്. അപ്പൊ ഞാൻ എൻട്രൻസ് എഴുതി, വലിയ കുഴപ്പമില്ലാത്ത റാങ്കൊക്കെ കിട്ടി. ഞാൻ കൗൺസിലിംഗ് പോയി MS എഞ്ചിനീയറിംഗ് കോളേജിൽ. അപ്പൊ അവര് അന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചാണ് വേണ്ടിയത്, ബിക്കോസ് അത് വലിയ കുഴപ്പമില്ലാത്ത റാങ്ക് വന്നപ്പോ ദാറ്റ് എൻറ്റയർ സെലക്ഷൻ ഓഫ് ബ്രാഞ്ചസ് വർ അവൈലബിൾ ടു മീ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് CS വേണം. അപ്പൊ അവര് ഞെട്ടിട്ട് പറഞ്ഞു, അല്ല മറ്റേ ECE ഉണ്ട് കേട്ടോ, ഇലക്ട്രോണിക്സ് ECE ആയിരുന്നു അന്നത്തെ താരം. യെസ്. ആൻഡ് ആക്ച്വലി അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഇറ്റ് ഇസ് ആക്ച്വലി ദ പെർഫെക്റ്റ് ടൈം ടു സ്റ്റഡി ECE, ബിക്കോസ് അന്നായിരുന്നു ടെലികോം ബിൽഡ് ഔട്ട് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. മറ്റേ എയർടെലിന്റെ മൊബൈൽ റെവല്യൂഷൻ, ടെലികോം ബിൽഡ് ഔട്ട് അന്നായിരുന്നു. നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ബിൽഡ് ഔട്ട് നടക്കുന്ന സമയമായിരുന്നു 2003. അപ്പോൾ ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ഫൈൻ ബ്രാഞ്ച് ടു ടേക്ക് ആക്ച്വലി. പക്ഷെ ഞാൻ പറഞ്ഞു, പക്ഷെ അന്ന് അത് അഡ്വക്കേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതിനെ പറ്റി എന്ത് ധാരണ ഉണ്ടെന്ന് വെച്ചാൽ അതൊന്നും ഒന്നുമില്ല, എവിടെന്നോ കേട്ടു. അതെ ഇതായിരിക്കും ഇത്. And we can relate that back to what is happening right now by the way, ഇപ്പത്തെ സിറ്റുവേഷനിൽ. അപ്പോ അതാണ്. അപ്പോ ഞാൻ വളരെ സ്റ്റേർഡ് ആയിട്ട് പറഞ്ഞില്ല എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് തന്നെ വേണം, എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്റെ ഐ തിങ്ക് ഫസ്റ്റ് സീറ്റ് എന്നെയാണ് ഫില്ല് ചെയ്ത് ലൈക്ക് CS അന്ന് ഈ കൗൺസിലിംഗ് സമയത്ത്. ബിക്കോസ് അത് ആരും അത് ഓപ്റ്റ് ചെയ്യുന്നുണ്ടായില്ല, എല്ലാവരും ഈ ECU മറ്റേ ബ്രാഞ്ചസ്, അതായത് നോൺ കമ്പ്യൂട്ടർ സയൻസ് സർക്യൂട്ട് ബ്രാഞ്ചസും മെക്കാനിക്കലൊക്കെ ആയിരുന്നു അന്ന്. ഒരു കാര്യം എനിക്ക് സാന്ദർഭികമായിട്ട് ചോദിക്കാൻ തോന്നിയത്, US കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രിക്കലും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? Yes, but that's a very good question. But it depends on which university you're talking about. ഇവിടെ US പല ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇവിടെ. ഇപ്പൊ ഞാനിപ്പം ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയില് കമ്പ്യൂട്ടർ സയൻസിലെ ഇൻസ്ട്രക്ഷണൽ പ്രൊഫസർ ആണല്ലോ ഇവിടെ. അപ്പൊ വി ആർ എ ലിബറൽ ആർട്സ് യൂണിവേഴ്സിറ്റി. നമ്മൾ ടെക്നിക്കലി ഒരു എഞ്ചിനീയറിംഗ് ഫോക്കസ്ഡ് യൂണിവേഴ്സിറ്റി അല്ല,
ഡിഗ്രി പ്രോഗ്രാംസ് സ്റ്റിൽ 4 years. ഇവിടെ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ട് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. പക്ഷെ മിക്ക കോളേജസിലും, അതായത് എസ്പെഷ്യലി ദ ബിഗ് പ്രസ്റ്റീജിയസ് കോളേജസ് ലൈക്ക് MIT, UC ബെർക്ക്ലി, സ്റ്റാൻഫോർഡ്, ഈ വലിയ വലിയ കോളേജസിലൊക്കെ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്പിൻ ഔട്ട് ചെയ്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് സൈഡിൽ നിന്ന് വെൻ യു ടേക്ക് ഫ്രം ദ എഞ്ചിനീയറിംഗ് പെർസ്പെക്ടീവ്, കമ്പ്യൂട്ടർ സയൻസ് വാസ് എ സബ് ഫീൽഡ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് വെച്ചിട്ടാണല്ലോ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കുന്നത് പണ്ട്, 1930s and so on. അപ്പൊ അങ്ങനെ പല പല യൂണിവേഴ്സിറ്റീസിൽ ആ ഒരു ഹിസ്റ്ററി കാരണം കമ്പ്യൂട്ടർ സയൻസ് EECS എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ്സിലായിരിക്കും. ചില യൂണിവേഴ്സിറ്റീസിൽ അത് ദേ ബിക്കേം സോ ബിഗ് ദാറ്റ് ദേ ബിക്കേം ദെയർ ഓൺ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ കാർണിഗി മെലൺ യൂണിവേഴ്സിറ്റിയിൽ വേൾഡ് ഫേമസ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവർ ഇനിഷ്യലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി, പക്ഷെ അത് വളരെ മുമ്പേ, ഐ തിങ്ക് ഏർലി 80s ലേറ്റ് 70s തന്നെ അവർ ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് തന്നെ തുടങ്ങി, ലൈക്ക് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അവിടെ പാരലൽ ആയിട്ട് നടക്കുന്നുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ്. പക്ഷെ MIT പോലത്തെ യൂണിവേഴ്സിറ്റീസിലൊക്കെ EECS ആണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ആൻഡ് പലരുടെ എൻട്രി പോയിന്റും, എസ്പെഷ്യലി ഈ ഫീൽഡിലെ ഏറ്റവും വലിയ ആൾക്കാരുടെ എൻട്രി പോയിന്റ് യൂഷ്വലി ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടർ സയൻസിലേക്ക് ലാൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് പൊതുവെ കാണുന്നത്. പിന്നെ തിയറിറ്റിക്കൽ സൈഡിൽ നിന്ന്, ഫ്രം ദ അതർ സൈഡ്, ഇതിപ്പം എഞ്ചിനീയറിംഗ് സൈഡിൽ നിന്ന് യെസ് അതിന്റെ ഒറിജിൻസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പക്ഷെ തിയറിറ്റിക്കൽ സൈഡിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒറിജിൻസ് മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സബ് ഫീൽഡ് ആയിട്ടാണ് കമ്പ്യൂട്ടർ സയൻസ് തിയറി വന്നത്. ഈ അൽഗോറിതംസും നമ്പർ തിയറിയും ക്രിപ്റ്റോഗ്രഫിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയില് ടെക്നിക്കലി കമ്പ്യൂട്ടർ സയൻസ് മാത്തമാറ്റിക്സിന്റെ സബ് ഫീൽഡ് ആയിട്ടാണ് എമർജ് ചെയ്ത് വന്നത്. ബിക്കോസ് നമുക്ക് ഇവിടെ ടെക്നിക്കലി ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ഇല്ല. അപ്പൊ ട്രഡീഷണൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ഒരു മോർ ഓഫ് ലൈക്ക് ഇപ്പൊ നാട്ടിലത്തെ ഒരു ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ആർട്സ് ആൻഡ് സയൻസസ് കോളേജ് എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു യെസ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സർവകലാശാല, എല്ലാം ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ എനിക്ക് അത്ഭുതം തോന്നിയത് നമ്മുടെ ഈ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഓക്കെ ഒരു റൂട്ട് എന്ന് പറഞ്ഞാല് പ്ലേസ്മെന്റ് കിട്ടി, സോഫ്റ്റ്വെയറിലേക്കുള്ള പ്രിപ്പറേഷൻസ്, അതിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂസ്, ഫ്രഷേഴ്സ് ഡ്രൈവ്, അതൊക്കെ അപ്പിയർ ചെയ്യാൻ ശ്രമിക്കുക. വേറെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഒരു കോർ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് പിന്നെ ഡിഫോൾട്ട് ഗൾഫാണ് എല്ലാവരും എയിം ചെയ്യുന്നത്. എങ്ങനെങ്കിലും ദുബായിൽ പോവുക. അന്നാണെങ്കിൽ ഇവിടെ കൺസ്ട്രക്ഷൻ ബൂമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ സമയത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ദുബായിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. ദുബായ്, കുവൈത്ത്, അങ്ങനെ അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലേക്ക് പോകാം. ഇനി ഗൾഫിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകളും ചിലപ്പോൾ ബോംബെയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഗുജറാത്തിലൊക്കെ പോയിട്ടുള്ള അവിടെയുള്ള അത്തരം ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഒരു എക്സ്പോഷർ നേടിയിട്ട് പിന്നെ അവിടുന്ന് അതൊരു ബ്രിഡ്ജ് ആയിട്ട് ഹെവി ഇൻഡസ്ട്രീസ്, ഓയിൽ ആൻഡ് ഗ്യാസ് ഒക്കെ ആ റൂട്ടിൽ ആൾക്കാർ പോയി. ഒരു ഹയർ സ്റ്റഡീസ് ചൂസ് ചെയ്ത ആൾക്കാർ കുറവാണ്, വളരെ കുറവാണ്. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ പറയുകയാണെങ്കിൽ നിഖിൽ ഉണ്ട്, പുള്ളി ഡോക്ടറേറ്റ് ഒക്കെ എടുത്തു, PhD ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വേറെ 1-2 പേരൊക്കെ ചിലപ്പോൾ M.Tech പോയ ആൾക്കാരുണ്ട്. അത്ര വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഒരു 60 പേരെടുത്താൽ ലൈക്ക് ഹാർഡ്ലി ഐ ക്യാൻ സേ നോട്ട് മോർ ദാൻ 10% അല്ലെങ്കിൽ 5% ആൾക്കാരൊക്കെയാണ് ഒരു ഹയർ സ്റ്റഡി ചൂസ് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ഞാൻ സുഹേലിനെ ശ്രദ്ധിക്കുമ്പോൾ സുഹേൽ ഹയർ സ്റ്റഡീസ് പോയതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതെന്തായിരുന്നു ആ തീരുമാനത്തിന്റെ? അതെങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ പോയതാണോ, അതല്ല എന്തെങ്കിലും പ്ലാൻ ചെയ്ത് പോയതാണോ, എന്താണ്? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡെഫിനറ്റ്ലി കമ്പ്യൂട്ടർ സയൻസ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഓഫ് കോഴ്സ് ചൈൽഡ്ഹുഡിൽ നിന്ന്. അന്ന് ഞങ്ങള് മറ്റേ ME കുറ്റിപ്പുറത്തായിരുന്നല്ലോ, അപ്പോൾ അവിടെ നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു, ഇപ്പം KTU ആണ്. അപ്പോ 1-2 കോഴ്സുകളോ നമ്മൾ എടുത്ത ക്ലാസ്സുകളൊക്കെ നല്ലതായിരുന്നു. ബട്ട് മെജോറിറ്റി ഐ വാസ് നോട്ട് വെരി സാറ്റിസ്ഫൈഡ്. ഒരു ജനറലി എല്ലാവർക്കും അറിയുന്നതാണ്, ക്വാളിറ്റി ഓഫ് എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ എസ്പെഷ്യലി ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലാത്ത സ്ഥലത്തൊക്കെ മൈ നോട്ട് ബി സോ ഗ്രേറ്റ്. അപ്പോൾ എന്താന്ന് വെച്ചാല് ഒരു 3rd year ഒക്കെ ആയപ്പോഴത്തേക്ക് ചെറിയൊരു വാശി പോലെ ഉണ്ടായിരുന്നു എനിക്ക്, ഇത് പോരാ, എനിക്ക് പ്രോപ്പറായിട്ട് ലൈക്ക് ഒരു നല്ല ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നല്ല
ഈ സബ്ജക്ട്സ് ഒക്കെ പ്രോപ്പറായിട്ട് പഠിക്കണം. ഈ സബ്ജക്ട്സ് മാത്രമല്ല, ലൈക്ക് എമർജിങ് സബ്ജക്ട്സും പ്രോപ്പറായിട്ട് പഠിക്കണം. അപ്പോ അന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഐ വാസ് ലൈക്ക് ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒന്ന് നമുക്ക് ട്രൈ ചെയ്യാം, എംടെക്കിന് ട്രൈ ചെയ്യാം. ബിക്കോസ് ഇത് യുനോ ആൻഡ് സബ്ജക്റ്റിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് they would have this inclination that okay, I would like to study more about this. അപ്പോൾ എനിക്ക് ആ സബ്ജക്ട്സിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി എക്സാംസിനും പഠിച്ച് എഴുതണം, ബട്ട് അതൊന്നും ആയിരുന്നില്ല എൻ്റെ, ലൈക്ക് ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് അറ്റ് ഓൾ. അപ്പൊ അത് കാരണം ഞാനൊരു ഇത് തുടങ്ങി, ലൈക്ക് ഒരു ചെറിയൊരു പ്ലാൻ ആയിട്ട് തുടങ്ങി. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒന്ന് ഗേറ്റ് ഒന്ന് എഴുതി നോക്കാം. വളരെ സീരിയസ് ആയിട്ടൊന്നല്ല, ഞാൻ ഗേറ്റ് കോച്ചിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഗേറ്റിന്റെ ഒരു പുസ്തകം മേടിച്ചു, വെറുതെ ഇങ്ങനെ മറിച്ച് നോക്കി, പക്ഷെ അധികം ഇങ്ങനെ പഠിക്കാനിരുന്നിട്ടൊന്നുമില്ല. അപ്പോ IIT-യിൽ വേണമെങ്കിൽ നമുക്ക് നോക്കാം, IIT-യിൽ എംടെക് വിൽ ബി നൈസ് എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഗേറ്റിന്റെ പ്രിപ്പറേഷൻ തുടങ്ങി. പാരലൽ ആയിട്ട് തന്നെ പ്ലേസ്മെന്റിനൊക്കെ ഇരുന്നു. അന്ന് IT കമ്പനീസിന്റെ ഒരു നല്ലൊരു സ്റ്റേജ് ആയിരുന്നു ആക്ച്വലി. അത്യാവശ്യം ഒരു ഓൺ ക്യാമ്പസും ഓഫ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഒക്കെ അത്യാവശ്യം നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോ ഞാൻ അന്ന് പല IT കമ്പനീസിലെ റിക്രൂട്ട്മെന്റ് ഒക്കെ പോയിട്ട് അവസാനം ഐ തിങ്ക് എനിക്ക് വിപ്രോയില് പ്ലേസ്മെന്റ് ആയി. ഗേറ്റ് എഴുതി, ഗേറ്റിൽ വലിയ കുഴപ്പമില്ലാത്തൊരു പെർസെന്റേജ് ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ് വാസ് പ്രോബ്ലി നോട്ട് ഇനഫ് ടു ഗെറ്റ് ഇൻ ടു IIT. NIT ഒക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടായിരുന്നു. പിന്നെ അതേ സമയത്ത് ഒരു കറക്റ്റ് ആ ഒരു ഫൈനൽ ഇയർ ആവുന്ന സമയത്ത് നമുക്കൊരു എലക്ടീവ് കോഴ്സ് ഉണ്ടായിരുന്നു, ഈ കോമേഴ്സ് എന്ന് പറഞ്ഞ ഒരു എലക്ടീവ് കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോഴ്സ് അത്യാവശ്യം ലെക്ചറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രീ ടൈം ഉള്ള സമയത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കും. അപ്പൊ അന്ന് ഞാന് ഈ ഹിന്ദു പത്രം കയ്യിലുണ്ടാവും, ലൈക്ക് ക്യാമ്പസ് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഹിന്ദു പത്രം മേടിച്ചിട്ട്, അന്ന് നമുക്ക് എല്ലാവരുടെ കയ്യിലും ഫോണും നെറ്റൊന്നും ഇല്ലല്ലോ ന്യൂസ് വായിക്കാനൊന്നും. അപ്പോ ഈ ഹിന്ദു പത്രം എല്ലാവരും വായിക്കുന്ന ഒരു സംഭവമാണ്, ഈ എസ്പെഷ്യലി IAS ആസ്പിറൻസും അവരൊക്കെ ഈ ഒരു ഇംഗ്ലീഷ് ഒക്കെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് വായിക്കുന്ന ന്യൂസ് പേപ്പറാണ്. അതിലിങ്ങനെ മറിച്ച് നോക്കുമ്പോണ്ട് ഈ IIIT ഹൈദരാബാദിന്റെ അഡ്മിഷൻ നോട്ടീസ് ഉള്ളത്. അപ്പൊ അത് നോക്കിയപ്പോ ലൈക്ക് ഇത് കുഴപ്പമില്ലല്ലോ. അപ്പൊ അന്നും ഞാനുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, മൂപ്പര് അൺഫോർച്ചുനേറ്റ്ലി 2011 ഹി പാസ്ഡ് അവേ, ജിനേഷ്. അപ്പോ നമ്മൾ രണ്ടുപേരും ആയിരുന്നു അത്യാവശ്യം കമ്പ്യൂട്ടർ സയൻസിൽ കുറച്ച് ഇൻട്രസ്റ്റും കാര്യങ്ങളും. അപ്പോ മൂപ്പരും ഗേറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു ഐ ബിലീവ് എന്റെ കൂടെ. അപ്പൊ മൂപ്പര് ഇത് കണ്ടപ്പോ പറഞ്ഞ ഇതൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ, അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ അതിന് ഓൺലൈൻ പോയി അതിന് അപ്ലൈ ചെയ്തു. അതിന്റെ ഹോൾ ടിക്കറ്റ് ഒക്കെ വാങ്ങി ബാംഗ്ലൂർ വരെ പോകേണ്ടി വന്നു അതിന്റെ എക്സാം എഴുതാൻ. അപ്പൊ ബാംഗ്ലൂർ വരെ പോയി അതിന്റെ എക്സാം ഒക്കെ എഴുതി നോക്കുമ്പോ എനിക്ക് അതില് സെലക്ഷൻ കിട്ടി. ആൻഡ് ദെൻ ഞാന് ഈ അതിന്റെ ഇന്റർവ്യൂവിനൊക്കെ പോയി, ഹൈദരാബാദിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഇന്റർവ്യൂ പോയ സമയത്ത് എനിക്ക് അന്ന് MES കുറ്റിപ്പുറത്ത് ഒരു ലെക്ചറായ ഒരു നീബ മാഡം ഉണ്ടായിരുന്നു. ഷി വാസ് ഡൂയിങ് ഹർ മാസ്റ്റേഴ്സ് അവിടെ. അപ്പോ അവരുടെ കെയർ ഓഫില് ക്യാമ്പസിലൊക്കെ താമസിക്കാൻ ഒരു ഗസ്റ്റ് റൂം ഒക്കെ എടുത്തു. അവിടെ ക്യാമ്പസിൽ താമസിച്ചു, ക്യാമ്പസ് ഒക്കെ കണ്ടു, ലാബ്സ് ഒക്കെ കണ്ടു, ഭയങ്കര ഇംപ്രസ്ഡ് ആയി. അപ്പോ ഇന്റർവ്യൂ ഒക്കെ ചെയ്തു. അപ്പൊ അഡ്മിഷൻ സെക്യൂർ ചെയ്തു. എന്നിട്ട് തിരിച്ച് ക്യാമ്പസിലേക്ക് വന്നു, അതായത് കുറ്റിപ്പുറത്ത് വന്നു. എന്നിട്ട് വൈവ ചെയ്ത് പിന്നെ ഒറ്റ ദിവസം ഒരു ഫ്രീ ആയിട്ടുള്ള ദിവസമായിരുന്നു. പിന്നെ നെക്സ്റ്റ് വൈവ കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ട് പുതിയ ക്ലാസ് തുടങ്ങാം മാസ്റ്റേഴ്സിന്റെ. തീരെ ഗ്യാപ്പേ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ റിസൾട്ട് വരുന്നതിന് മുമ്പേ തുടങ്ങി. ആൻഡ് അന്ന് ക്ലാസ്മേറ്റ്സ് ഒക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ, ചെയ്ത് മതിയായില്ലേ. 4 വർഷം പഠിച്ചിട്ട് ഇതൊന്ന് കഴിഞ്ഞെങ്കിൽ വിചാരിച്ചിട്ട്. അതെ അതെ അതെ. ആൻഡ് അതേസമയത്ത് എനിക്ക് ഇവിടെ വിപ്രോയിൽ പ്ലേസ്മെന്റും ആയി. അപ്പോ അത് ഞാൻ ഇമെയിൽ അയക്കേണ്ടി വന്നു HR-ഓട്, ഓക്കെ ഞാനത് എടുക്കുന്നില്ല. അപ്പൊ ഓക്കെ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ റിപ്ലൈ ചെയ്തു. അന്നത്തെ കോമഡി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഐ ഡോണ്ട് നോ ഇപ്പോഴത്തെ വിപ്രോ ഫ്രഷർ സാലറി എന്താണെന്ന് അറിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു 5 കൊല്ലം മുമ്പൊക്കെ അന്നത്തെ സാലറിയും ഇന്നത്തെ വിപ്രോ ഫ്രഷർ സാലറിയും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. 3.75 സംതിങ് LPA അങ്ങനെ എന്തോ ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 5 കൊല്ലം മുമ്പൊക്കെ നോക്കിയപ്പോ അത് തന്നെ ആയിരുന്നു. ഇപ്പം സംഗതി മാറിയൊന്നും അറിയില്ല. ബട്ട് വിപ്രോയിലൊക്കെ കയറിയാലും വേറെ തന്നെ ഒരു ട്രജക്ടറി ആയിരിക്കും അത്. എസ്പെഷ്യലി ഇഫ് യു ആർ കമ്പറ്റീവ് ആണെങ്കിൽ അത്യാവശ്യം നല്ല പ്രോജക്ട്സ് ഒക്കെ ചെയ്ത് അത് അന്ന് എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ജാസിം,
ആന്റണി കയറിയോന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ 2-3 പേര് വിപ്രോ കയറിയോ, ഓൾ ഡൺ വെരി വെൽ കേട്ടോ. ലൈക്ക് അതൊരു റോങ് പാത്ത് ഒന്നും ഒരിക്കലും ഞാൻ പറയില്ല. പെർഫെക്റ്റ്ലി ഫൈൻ പാത്താണ്. സ്കിൽസ് വെച്ചിട്ട്, എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ. പക്ഷെ അന്ന് എനിക്ക് ഒരു വാശിയായിരുന്നു, എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് കുറച്ച് പഠിക്കണം എന്നുള്ള ഒരു വാശി. അപ്പൊ അങ്ങനെ കയറിയതാണ് ട്രിപ്പിൾ ഐടി. അത് കഴിഞ്ഞിട്ട് എങ്ങനെ PhDക്ക് പോയോ? അതല്ല എങ്ങനെ? അപ്പൊ ട്രിപ്പിൾ ഐടി ഹൈദരാബാദില് അത്യാവശ്യം ഞാൻ എംടെക്കിന് പകരം MS ബൈ റിസർച്ച് ആണ് എടുത്തത്. അപ്പൊ അന്ന് കൺവിൻസ് ചെയ്തിരുന്നു അവിടുത്തെ ഒരു പ്രൊഫസർ PJ നാരായണൻ, അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആയിരുന്നു. ഈസ് ഓൾസോ മലയാളി. അപ്പൊ മൂപ്പര് എന്റെ CV-യും പ്രോജക്ട്സ് ഒക്കെ കണ്ടപ്പോ ഹി വാസ് ലൈക്ക്, ഓക്കെ നിങ്ങൾ കുറച്ചുകൂടി റീസെർച്ച് സൂട്ടഡ് ആണല്ലോ, നിങ്ങൾ റീസെർച്ച് ആലോചിച്ചൂടെ എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ എന്താ വെച്ചാൽ അവര് നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് റീസെർച്ച് ആണെങ്കിൽ ഫുള്ളി കവേർഡ് ആണ്. ട്യൂഷൻ ഫീസ് ഇല്ല, മന്ത്ലി സ്റ്റൈപ്പൻഡ് ഉണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചെലവില്ല അത് ചെയ്യാൻ. പക്ഷെ ടൈം കുറച്ച് കൂടുതലാണ്, 2.5 years. നിങ്ങൾ തീസിസ് എഴുതിയിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചു, അത് വേണോ വേണ്ടെന്ന് ആലോചിച്ചിട്ട് പിന്നെ ഫൈനലി പറഞ്ഞു ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് MS ബൈ റിസർച്ചിൽ കയറി. ആൻഡ് അന്ന് ഭയങ്കര ലക്കി ആയിരുന്നു, ബിക്കോസ് ട്രിപ്പിൾ ഐടി ഹൈദരാബാദ് വാസ് ദ ഓൺലി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ദാറ്റ് വാസ് ഡൂയിങ് GPU റിസർച്ച്, ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്സില്. അതാണെങ്കിൽ എനിക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാണ്, ബിക്കോസ് ഞാൻ ഗെയിംസ് ആണല്ലോ ഞാൻ കേറിയത്. അപ്പൊ എനിക്ക് NVIDIA എന്നൊക്കെ ഇപ്പൊ AI ആണെങ്കിലും മുമ്പ് അതൊക്കെ ഗെയിമർമാർക്ക് അറിയുള്ളൂ. എക്സാക്ട്ലി. NVIDIA GeForce ക്രേസ് ഉണ്ട്, അതിന്റെ ലാബ് ഉണ്ട് അവിടെ, ആ GPUs ഉള്ള ലാബ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കോമഡി ഉണ്ടായിരുന്നു, നമുക്ക് രാവിലെ ഇരുന്ന് റിസർച്ച് ചെയ്യാം, രാത്രി ഇരുന്ന് നമുക്ക് ഗെയിം ചെയ്യാം. ബിക്കോസ് അന്നത്തെ ടോപ്പ് ആൻഡ് GPUs ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ കയ്യില്. NVIDIA GeForce 8800 എന്ന് പറഞ്ഞൊരു GPU ആ ലാബിൽ ഉണ്ടായിരുന്നു. സോ അതൊക്കെ അന്നൊക്കെ 1 lakh plus rupeesന്റെ ഒരു ഗ്രാഫിക്സ് കാർഡാണ് അന്ന്. ഇപ്പത്തെ പോലെ അത്ര prevalent ഒന്നല്ല. Nobody would spend 1 lakh for a single component on a computer. ഇപ്പം അതിന്റെ എന്താ പറയാ monetary incentive ഒക്കെ വന്നല്ലോ AI ട്രെയിനിങ്ങിലും മോഡലിംഗിലൊക്കെ. അപ്പൊ നൗ പീപ്പിൾ ആർ ഓക്കെ. അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗില് അതിലൊക്കെ ആൾക്കാർ സ്പെൻഡ് ചെയ്യും. സ്ട്രീമേഴ്സ് ആർ ഓൾസോ ബൈയിങ് ഓൾ ദീസ് എക്സ്പെൻസീവ് സ്റ്റഫ്. പക്ഷെ അന്ന് അതൊന്നും ഇല്ലല്ലോ. പ്യൂർലി ഫോർ ഗെയിമിംഗ് ഉള്ള ഒരു ഹാർഡ്വെയർ ആണ്. ഈ ലാബ് ആണെങ്കിൽ ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് പാരലൽ കമ്പ്യൂട്ടിംഗ് മാത്രമല്ല, അതൊരു ഗ്രാഫിക്സ് ലാബ് ആയിരുന്നു. അപ്പൊ ഇവര് ഈ ഹാർഡ്വെയറിൽ ഈ മറ്റേ വെർച്വൽ റിയാലിറ്റിയും കാര്യങ്ങളൊക്കെ അതിനെ പറ്റി റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ലാബായിരുന്നു. അന്നത്തെ പ്രൊഫസർമാരോ എല്ലാം കമ്പ്യൂട്ടർ വിഷൻ അതൊക്കെ അതിന്റെ ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു അത്. അപ്പൊ അങ്ങനെ അവിടെ കയറി. എന്നിട്ട് ഈ ഫോർ ദോസ് ഹു ഡോണ്ട് നോ, GPU ഇനിഷ്യലി ഈ ഗ്രാഫിക്സിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സാധനമാണല്ലോ, കമ്പ്യൂട്ടർ ഗ്രാഫിക്സും വീഡിയോ ഗെയിംസിന്. അത് നോർമൽ കമ്പ്യൂട്ടേഷന് ജസ്റ്റ് എന്താ പറയാ ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയ ഒരു സമയമായിരുന്നു അന്ന്, 2007-2008. NVIDIA CUDA എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിംഗ് എൻവയറൺമെന്റ് റിലീസ് ചെയ്തു. ആൻഡ് ദെൻ അവിടുന്ന് കുറച്ച് മാസ്റ്റർ സ്റ്റുഡൻസ്, ഞാനും couple of other BTech students, we also started some research projects on CUDA. ഞാനൊരു പാരലൽ കമ്പ്യൂട്ടിംഗ് ക്ലാസ് എടുത്തു. അപ്പൊ അതിലാണ് ഒരു ഹോംവർക്ക് അസൈൻമെന്റ് ആയിട്ട് ഈ ഒരു അൽഗോരിതം നമുക്ക് GPU-ൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു ഹോംവർക്ക് അസൈൻമെന്റ് ആയിട്ട് ഞാനൊരു അൽഗോരിതം എടുത്തു. അത് ചെയ്തപ്പോ അത് ആക്ച്വലി അത്യാവശ്യം നന്നായി ഇത് ഡെവലപ്പായി വന്നു. ദ റിസൾട്ട്സ് വർ റിയലി ഗുഡ്. അപ്പോ എന്റെ പ്രൊഫസർ പറഞ്ഞു, ഇത് നിങ്ങളുടെ മാസ്റ്റേഴ്സ് തീസിസ് ആക്കിക്കോളൂ, ഇതിന്റെ പറ്റി ഒരു പേപ്പർ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ എഴുതി. പേപ്പർ സബ്മിറ്റ് ചെയ്ത് ഒരു ടോപ്പ് കോൺഫറൻസിൽ ഇത് കിട്ടി. എന്താ പറയാ ഒരു പ്രസന്റേഷൻ സ്ലോട്ട് കിട്ടി. സോ അന്ന് 2009 മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. ഓൾറെഡി എനിക്കൊരു കോൺഫറൻസ് പബ്ലിക്കേഷനായി. ഞാൻ ഇവിടെ US-ൽ വന്ന് പ്രസന്റ് ചെയ്തു ഞാൻ ഈ ചെയ്ത വർക്ക്. ആൻഡ് ദി അതർ ബിഗ് തിങ്, ഇതിന്റെ വീഡിയോ ഉണ്ടോന്ന് അറിയില്ല, I'll try to grab it and I'll send it to you. ജെൻസൺ ഹ്വാങ് വന്നു ട്രിപ്പിൾ ഐടി ഹൈദരാബാദില് 2009. ഞാൻ മീറ്റ് ചെയ്തു മൂപ്പരെ. എന്നിട്ട് റിസർച്ച് ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, ഞാൻ ചെയ്ത അൽഗോരിതം. Can you imagine? Like അങ്ങനത്തെ ഒരു അന്ന് he was of course CEO of NVIDIA, and അവരുടെ മെയിൻ പ്രൈമറി മാർക്കറ്റ് വീഡിയോ ഗെയിമിംഗ്, ഗെയിം കോൺസോൾ ചിപ്സും അതൊക്കെ ആയിരുന്നു. AI ജസ്റ്റ് മൂപ്പരുടെ മനസ്സിലുണ്ട്.
അതെ അതെ. അന്ന് അന്ന് ട്രിപ്പിൾ ഐ ടി ഹൈദരാബാദിൽ കുറച്ച് AI റിസർച്ച് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഫോർ കൂടെ. Can you imagine? അതൊക്കെ പരിചയപ്പെടാനുള്ള ഒരു ഇത് അവസരം പോലും കിട്ടി. ആൻഡ് അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് NVIDIA ഇന്റർവ്യൂ ഉണ്ടായിരുന്നു 2009. ബട്ട് സാഡ്ലി ഐ കുഡന്റ് മേക്ക് ഇറ്റ് ത്രൂ. ഭയങ്കര ടഫ് ഇന്റർവ്യൂ ആയിരുന്നു. എന്റെ റിസർച്ചിനെ പറ്റിയൊക്കെ ചോദിച്ചാൽ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ സം അതർ വേറെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഡെഫിഷ്യന്റ് ആയിരുന്നു അന്ന്, ലൈക്ക് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. പക്ഷെ അത് ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വുഡ് ഹാവ് ബീൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ടു സാൻ ഹോസെ ടു വർക്ക് ഫോർ NVIDIA. ആൻഡ് മോർ ഇമ്പോർട്ടന്റ്ലി ഒന്ന് ആലോചിച്ചൊക്കെ 2009 അവിടെ ജോലി ചെയ്യുന്ന ഒരാള് അന്നത്തെ സ്റ്റോക്ക് ഓപ്ഷൻസ് എന്തായിരിക്കും ഇപ്പൊ അവസ്ഥ. അപ്പൊ അത് വേറൊരു പാത്വേ, മിസ്സായി പോയ പാത്വേ. എനിവേ, സോ അപ്പൊ അത് കഴിഞ്ഞു. ട്രിപ്പിൾ ഐ ടി ഹൈദരാബാദിന് MS by റിസർച്ച് കഴിഞ്ഞു അല്ലേ? MS by റിസർച്ച് 2009 കഴിഞ്ഞു. വർഷം എടുത്തു? റഫ്ലി 2 years, 2.5. അതായത് ഒരു ബ്രേക്ക് എടുത്തു ഞാന്. ഈ പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്തു. തീസിസ് മാത്രം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എഴുതാന്. അപ്പൊ ഞാൻ ഡിസംബറിൽ ഞാനൊന്ന് ഖത്തർ പോയിരുന്നു. ഖത്തറിലായിരുന്നു പേരൻസും ഫാമിലി ഒക്കെ ഉള്ളത്. അവരൊന്ന് വിസിറ്റ് ചെയ്യാൻ പോയപ്പോ അപ്പൊ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തു, ഖത്തറിൽ കുറച്ച് കൊല്ലായിട്ട് കാർണിഗി മെലൺ ഉണ്ട്, CMU. അപ്പൊ അവര് വൺ ഓഫ് ദ ബിഗസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ് ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് 1+1=2 എന്നുള്ള രീതിയിൽ ഫാമിലി ഉണ്ട് അവിടെ ഖത്തറിൽ, എനിക്കൊരു ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ ഈ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോന്ന് എന്തായാലും ഒന്ന് അന്വേഷിക്കണല്ലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. ബിക്കോസ് ഇത് രണ്ടും കൂടി ആകുമ്പോൾ അടിപൊളിയായിരിക്കില്ലേ എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ അവരുടെ പ്രൊഫസേഴ്സിന്റെ ലിസ്റ്റിൽ നോക്കിയപ്പോ ഈ സബ് ഫീൽഡിൽ ഏറ്റവും ക്ലോസ്ലി മാച്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊഫസർ കണ്ടുപിടിച്ചു. മൂപ്പരൊന്ന് ജസ്റ്റ് ഇമെയിൽ ചെയ്തു. ഞാൻ പറഞ്ഞു, ഈ നിങ്ങൾ ഉണ്ടെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു മീറ്റ്, ദിസ് ഇസ് മൈ CV, ഞാനിപ്പം റിസർച്ചിലാണ്. ഇൻഫാക്ട് ഞാൻ എന്താ വളരെ സ്മാർട്ടായിട്ട് അന്ന് പറഞ്ഞത്, ബിക്കോസ് ഞാൻ US ആ ഒരു പേപ്പർ പ്രസന്റേഷന് പോകുന്ന സമയത്താണ് ഞാൻ ഖത്തർ വഴിയാ പോയത്. അപ്പൊ ഖത്തറിൽ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ആ പോകുന്ന വഴിക്ക് എന്തായാലും ഈ ക്യാമ്പസ് വിസിറ്റ് ചെയ്താലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഈ പ്രൊഫസറിനെ ഇമെയിൽ ചെയ്തപ്പോ ആ ഇമെയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഈ കോൺഫറൻസിന് പേപ്പർ പ്രസന്റേഷന് പോവാണ്, പക്ഷെ ഞാൻ കുറച്ച് കാലം ഖത്തറിലുണ്ട്, നിങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാമ്പസ് വിസിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലൈക്ക് ടു ഡിസ്കസ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ അതും മൂപ്പര് നോട്ട് ചെയ്തു. അതായത് അതുണ്ടായിരുന്നു ഇമെയിലിൽ, ഞാൻ ഈ ഒരു കോൺഫറൻസിന് പോവാണെന്ന്. അത് അപ്പൊ മൂപ്പർക്ക് ഒരു ഇത് വന്നു, സോറി ഞാനിപ്പം ഖത്തറിലില്ല, അപ്പം സമ്മർ വെക്കേഷൻ ആണ്, നെക്സ്റ്റ് ടൈം വരുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമെയിൽ ചെയ്യാം, അപ്പൊ വീക്കെൻഡ് പറഞ്ഞിട്ട്. അപ്പൊ ഇത് പറഞ്ഞ പോലെ ഡിസംബറിൽ ഞാൻ ഈ ഒരു ബ്രേക്ക് എടുത്തപ്പോ, തീസിസ് എഴുതുന്നതിന് മുമ്പേ ബ്രേക്ക് എടുത്ത സമയത്ത് ഞാൻ ഖത്തർ പോയപ്പോ ജസ്റ്റ് മൂപ്പരെ വീണ്ടും ഇമെയിൽ ചെയ്തു. അപ്പൊ കെൻ യു കം മീറ്റ് മീ എന്ന് പറഞ്ഞിട്ട് അപ്പൊ വന്നും സംസാരിച്ചു, CV ഒക്കെ ആയിട്ട് പോയി സംസാരിച്ചു. അപ്പൊ എല്ലാം നോക്കിയിട്ട് മൂപ്പർ പറഞ്ഞു, ഞങ്ങൾക്ക് പുതിയ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിൽ ഒരു ഗ്രാന്റ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോവാണ്. വി ആർ ഗോയിങ് ടു അപ്ലൈ ഫോർ എ ഗ്രാന്റ് ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പൊ അതിൽ കുറച്ച് പൊസിഷൻസ് എന്തായാലും വരുന്നുണ്ട്. അപ്പോ കെൻ യു ഹെൽപ്പ് മീ വിത്ത് ദ ഗ്രാന്റ് റൈറ്റിംഗ് പ്രോസസ് ആൻഡ് വുഡ് യു, നിങ്ങൾ മൺഡേ തുടങ്ങാൻ പറ്റുമെന്ന്. അതായത് വെക്കേഷൻ വന്ന ആളാണ്. അപ്പോ ഇത് വീണ്ടും മറ്റേ ബിടെക് MS പോയ പോലെ, MS കഴിഞ്ഞിട്ടില്ല അപ്പത്തേക്ക് ഒരു ഗ്യാപ്പ് ഇല്ലാതെ വീണ്ടും ഒരു. അപ്പോ ഐ വാസ് ലൈക്ക് ഓക്കെ, പിന്നെ ഐ സെഡ് ഒരു മിനിറ്റ്, ഐ ഹാവ് ടു റീഅറേഞ്ച് എ ഫ്യൂ തിങ്സ് എന്ന് പറഞ്ഞിട്ട് എന്റെ അഡ്വൈസറിന് ഇമെയിൽ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ റിമോട്ട്ലി തീസിസ് വർക്ക് ചെയ്യാം, ഏതായാലും കോഴ്സ് വർക്ക് കഴിഞ്ഞു. ഈസ് ലൈക്ക് ഓക്കെ, നോ പ്രോബ്ലം, കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ കാർണിഗി മെലൺ ഖത്തർ ക്യാമ്പസിലെ റീസർച്ച് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു 4 കൊല്ലം. അപ്പൊ അവിടുത്തെ റിസർച്ച് ലാബില് അവിടെയും ക്ലൗഡ് കമ്പ്യൂട്ടിംഗിൽ വർക്ക് ചെയ്തു. അപ്പൊ GPU പിവറ്റ് ചെയ്തു, ക്ലൗഡിലേക്ക് പിവറ്റ് ചെയ്തു. അങ്ങനെ ഒരു 4 years അവിടെ വർക്ക് ചെയ്തു. അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ജൂണിൽ ഞാൻ പോയി തീസിസ് പ്രസന്റ് ചെയ്തു, ഹൈദരാബാദിൽ പോയിട്ട് തീസിസ് പ്രസന്റ് ചെയ്തു. അങ്ങനെ MS by റിസർച്ച് റാപ്പ് ചെയ്തു. എന്നിട്ട് ഒരു 4 years അവിടെ വർക്ക് ചെയ്തു. അപ്പൊ അന്ന് ഞാൻ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ കുറച്ച് റിസർച്ച് ചെയ്തു. പക്ഷെ അതേ സമയത്ത് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു ക്ലാസ് തുടങ്ങണം എന്ന് അങ്ങനെ വിചാരിച്ചത് 2011-2012 ആണ്. അന്ന് ആരും അങ്ങനെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടായില്ല. അവിടുത്തെ അമേരിക്കൻ ക്യാമ്പസിൽ പോലും പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദിസ് പ്രൊഫസർ വാസ് ലൈക്ക്, വൈ ഡോണ്ട് വി ഡെവലപ്പ് എ ബ്രാൻഡ് ന്യൂ കോഴ്സ് ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പൊ അതിന് ഞാൻ ഹെൽപ്പ് ചെയ്ത് അസിസ്റ്റ് ചെയ്ത് കൊടുത്തു. അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ഭയങ്കര പോപ്പുലർ ആയി. ബിക്കോസ് എല്ലാ മാസ്റ്റർ സ്റ്റുഡൻസും അതിൽ ജോയിൻ ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് ഇത് അവരുടെ CV ഉണ്ടെങ്കിൽ
then ഇത് ഈ വലിയ കമ്പനീസ് പെട്ടെന്ന് നോട്ടീസ് ചെയ്യും, അതെ ലൈക്ക് അതെ യുവർ ഗൂഗിൾ, ആമസോൺ, ഫേസ്ബുക്ക് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ ഇത് ഭയങ്കര പോപ്പുലറായി. അപ്പോൾ അത് ആ ക്ലാസ് ആണെങ്കിൽ ഞങ്ങൾ റിമോട്ട്ലി പഠിപ്പിക്കുകയായിരുന്നു, ഫ്രം ഖത്തർ ടു പിറ്റ്സ്ബർഗ് ഓ ആ സമയത്ത്. ആൻഡ് ദെൻ അപ്പോഴത്തേക്ക് ഈ പ്രൊഫസറിന് കോൾ വന്നു, നിങ്ങൾ മെയിൻ ക്യാമ്പസിലേക്ക് വന്നു, ലൈക്ക് ഷിഫ്റ്റ് ഓവർ ടു ദ മെയിൻ ക്യാമ്പസ് ആൻഡ് സ്റ്റാർട്ട് ടീച്ചിങ് ദിസ് തിങ് ഫുൾ ടൈം. അപ്പോ നമ്മുടെ ഏതായിരുന്നു സിനിമ, സോൾട്ട് ആൻഡ് പെപ്പറിൽ ഒരു സീൻ ഉണ്ടല്ലോ, വരുന്നോ കൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീനിൽ. അപ്പൊ അങ്ങനെ പ്രൊഫസർ പറഞ്ഞു, ലൈക്ക് എനിക്ക് ഐ ഹാവ് ടു ഗോ ബാക്ക് ടു ദ മെയിൻ ക്യാമ്പസ്, ഞാൻ ഇവിടുത്തെ ഖത്തറിലെ കാര്യങ്ങൾ വൈൻഡ് ഡൗൺ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഖത്തറിൽ വേണമെങ്കിൽ, ഇവിടെ ക്യാമ്പസിൽ വേണമെങ്കിൽ നമുക്കൊരു ഓൾട്ടർനേറ്റ് റോള് വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വരുന്നോ, പിറ്റ്സ്ബർഗിലേക്ക് വരുന്നോ, എനിക്ക് നിങ്ങൾക്ക് ഫുൾ ടൈം പൊസിഷൻ എനിക്ക് തരാൻ പറ്റില്ല, ബട്ട് അതിന് പകരം നിങ്ങൾക്ക് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി അവിടെ നിന്ന് എടുക്കാം ഫ്രം CMU, ആൻഡ് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഒരു പാത്ത് വേ ആയിരിക്കും US-ലേക്ക്. അപ്പോൾ ലൈക്ക് ഓക്കെ, മീൻ ഇങ്ങനെ ഒരു സാധനം ആരെങ്കിലും ഓഫർ ചെയ്യുമ്പോൾ നോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കാർണിഗി മെലൺ യൂണിവേഴ്സിറ്റി പിറ്റ്സ്ബർഗില് മാസ്റ്റർ ഇൻ കമ്പ്യൂട്ടേഷണൽ ഡേറ്റ സയൻസ് ആയിട്ട് ചെയ്തു. അപ്പൊ അതും വീണ്ടും ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ഈ ഖത്തറിലെ വർക്കൊക്കെ വൈൻഡ് അപ്പ് ചെയ്ത് മേ ബി ഒരു ആഴ്ച ഗ്യാപ്പായിട്ട് കിട്ടി. എന്നിട്ട് വീണ്ടും ഇതിലേക്ക് ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് കയറി ഫുൾ ടൈം ഒരു സ്റ്റുഡൻറ്റിന്റെ ബാക്ക് പാക്ക് ഒക്കെ തൂക്കി ഒരു 29 ഇയേഴ്സിൽ ആ ഒരു വയസ്സിൽ ഞാൻ അവിടെ പോയിട്ട് ആ മാസ്റ്റേഴ്സ് പ്രോഗ്രാം തുടങ്ങി US-ൽ. അപ്പോൾ ദാറ്റ് വാസ് 2014 to 2016. ബൈ ദ വേ, ഞാൻ ഈ MS Spice റിസർച്ച് ട്രിപ്പിൾ ഹൈദരാബാദിൽ ചെയ്യുന്ന സമയത്ത് ഈ കുറ്റിപ്പുറത്ത് പോലെ തന്നെ ഇതിപ്പം അത്യാവശ്യം റിസർച്ച് ഒക്കെ ചെയ്ത് സക്സസ്ഫുൾ ആയപ്പോ വീണ്ടും മനസ്സിലായ ഒരു ഐഡിയ ദാറ്റ് ഓക്കെ, ഇത് പോരാ, PhD ചെയ്യണം, അങ്ങനെ ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ നെയിമിന്റെ മുമ്പിൽ ഡോക്ടർ ഇടാലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. അപ്പോ ഈ ഒരു ത്രെഡ് എപ്പോഴും ഉണ്ടായിരുന്നു, ദാറ്റ് എന്തായാലും PhD എന്തായാലും എടുക്കണം, റിസർച്ച് നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്, പാഷൻ ഉള്ള ഒരു കാര്യമാണ്. ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാകുമ്പോ പിന്നെ അതൊരു വർക്ക് ആയിട്ട് തോന്നൂല. ഇല്ല, എക്സാക്ട്ലി. അത് നമ്മുടെ ഒരു പാഷനറ്റ് ആയിട്ട് ഒരു ഫോളോ ചെയ്യുന്ന കാര്യമാകുമ്പോൾ യു വിൽ റിയലി എൻജോയ് ഇറ്റ്. അപ്പൊ എന്റെ ഗ്രാൻഡ് ഫാദർ ഒരു പ്രൊഫസർ ആയിരുന്നു, ഒരു മാത്തമാറ്റിക്സ്, പുള്ളി ആസ്ട്രോണമി ഒക്കെ റിസർച്ച് ഒക്കെ ചെയ്തിരുന്ന, വളരെ മുമ്പ് പ്രോഗ്രാമിംഗ് ഒക്കെ അറിയുന്ന ആളായിരുന്നു. ഐ തിങ്ക് ഈ പാസ്ഡ് അവേ ഇൻ 2001 ഓർ സംതിങ്. പുള്ളി ഒരു മാത്തമാറ്റിക്സ് പ്രൊഫസർ ആയിരുന്നു. അപ്പോ പുള്ളി, അപ്പൊ എന്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ ഒരു മാത്തമാറ്റിക്സ് കോളേജ് ലെക്ചറർ ആയിരുന്നു കേട്ടോ. അപ്പൊ എൻ്റെ ഉമ്മ ചെറുപ്പത്തിൽ നമ്മളോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പറയുന്ന ഒരു, ഇപ്പോൾ വല്യപ്പ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, നിങ്ങൾ ഇന്നെന്താണ് ചെയ്യാനുള്ളത് അത് ഏറ്റവും നന്നായി ചെയ്യുക, നാളത്തെ കാര്യം അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നൊരു സംഭവം. അങ്ങനെ ഉണ്ടല്ലോ, ലൈക്ക് വാട്ട് യു ഡു ടുഡേ യു ഡു ഇറ്റ് വിത്ത് ഫുൾ, എന്താ പറയാ, ഫുൾ മൈൻഡ്, ഫുൾ പെർഫെക്ഷനിൽ ചെയ്യാന്നുള്ളത്. അപ്പൊ അത് പലപ്പോഴും ആൾക്കാർ വിട്ടു. എല്ലാവരും ഒരു എൻഡ് ഗെയിം എയിം ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെ ഇത്ര കാലം കൊണ്ട് അച്ചീവ് ചെയ്യാൻ നോക്കുക എന്നുള്ള, അങ്ങനെ ഉണ്ടല്ലോ. ഓക്കെ, ഒരു ഡയറക്ഷൻ വേണം, ഡയറക്ഷൻ ആവരുത്, ബട്ട് യുനോ ആ ഒരു ജേണി അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി സുഹൈലിന്റെ ഒരു. പിന്നെ ലിസണേഴ്സിന് വേണ്ടി പറയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പ്രിവിലേജ് മറക്കരുത്. സോ നമുക്ക് രണ്ടാൾക്കും അത്യാവശ്യം പ്രിവിലേജ് ഉണ്ടായിരുന്നു, അതായത് വീട്ടിൽ അധികം പ്രശ്നങ്ങളില്ല ഇൻ ടേംസ് ഓഫ് ഫൈനാൻസ് ഓർ ലൈക്ക് ഫൈനാൻഷ്യൽ ടാർഗറ്റ്സ്. ഓക്കെ, ജോലി കിട്ടിയിട്ട് വേണം, പൈസ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് വീടിന്റെ ലോൺ അടിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്താ പറയാ വേറെ ബാധ്യതകളൊന്നും ഇല്ലാത്തോണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റി. അത് വലിയ കാര്യമാണ്, വലിയൊരു ഫാക്ടറാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം ഒരു പോഡ്കാസ്റ്റിലൊക്കെ എന്റെ ജേർണി ഇത്ര സിമ്പിൾ ആയിരുന്നു അത്. പക്ഷെ ടെക്നിക്കലി ഇതായിരുന്നു, അതായത് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല ദാറ്റ് നമ്മളൊരു വർക്കിംഗ് ഏജ് ആകുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് വർക്ക് ചെയ്തിട്ട് നമുക്കൊരു ഫണ്ടിലേക്ക്. കറക്റ്റ്. ബിക്കോസ് ഞാൻ ഇത്രയും പഠിച്ചത് പലരും കണ്ടിട്ട് ഇങ്ങനെ വിചാരിക്കും, അപ്പോൾ നിങ്ങൾ പഠിച്ചത് ഇത്രയും കൊല്ലം പഠിച്ചിട്ടില്ലേ. ഓഫ് കോഴ്സ് ഞാൻ സ്റ്റോറി ഇതുവരെ കഴിഞ്ഞിട്ടില്ല, 2ാമത്തെ മാസ്റ്റേഴ്സ് ആയിട്ടുള്ളൂ, ഒരു PhD ഒരു പ്രൊഫസർഷിപ്പ് ബാക്കിയുണ്ട് എന്റെ സ്റ്റോറിയില്. പക്ഷെ എന്താന്ന് വെച്ചാല് ഇത്രയും കൊല്ലം പഠിച്ചത് എങ്ങനെ പഠിച്ചത്, എങ്ങനെ താങ്ങി എന്നൊക്കെ. അപ്പൊ താങ്ങെന്ന് പറഞ്ഞാല് ഞാൻ എല്ലാവരോടും വളരെ പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ലക്കും കൂടി ഉണ്ട്.
എനിക്ക് ആകെ എനിക്ക് ചെലവേ വന്നത് അന്ന് ഈ സ്വാശ്രയ കോളേജ് ഫീസ് കുറ്റിപ്പുറം 36,000 rupees per year into 4. അതാണ് എന്റെ സ്റ്റഡീസിന് ഇപ്പൊ ചെലവാക്കിയത്. ബാക്കിയെല്ലാം സ്കോളർഷിപ്പും സ്റ്റൈപ്പൻഡിൽ പഠിച്ചു വന്നതാണ്. ആൻഡ് അപ്പൊ ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ലൈക്ക് ഓക്കെ, ഇനി അബ്രോഡ് പോയിട്ട് ഒരു മാസ്റ്റേഴ്സ് ചെയ്താലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ആ ഒരു കാര്യത്തില് ഐ ഡോണ്ട് അഗ്രി ദാറ്റ് നമുക്ക് ഈ ഒരു ഡേ ടു ഡേ പ്ലാനിങ് അല്ല, അതൊരു ലോങ് ടേം വിഷനും പ്ലാനിങ്ങും ഫൈനാൻഷ്യൽ ലിറ്ററസി ഒക്കെ വെച്ചിട്ട് ചെയ്യുക കാര്യങ്ങൾ. ബിക്കോസ് നമുക്കത് എളുപ്പമായിരുന്നു, ബിക്കോസ് നമുക്ക് റിസ്ക് ഉണ്ടായിരുന്നില്ല കമ്പാരിറ്റീവ്ലി, റൈറ്റ്? ലൈക്ക് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങി നമ്മൾ ഫെയിൽ ചെയ്താല് ഇറ്റ്സ് നോട്ട് ലൈക്ക് യുനോ തിങ്സ് ആർ ഡിപെൻഡന്റ് നെസസറി ഉണ്ട്. ഫെയിൽ ചെയ്താൽ ഓക്കെ, നമുക്ക് വേറൊരു മാർഗം നോക്കാൻ, വേറൊരു ജോലി നോക്കാം. പക്ഷെ നമുക്ക് അതിനുള്ള പ്രിവിലേജ് ഉണ്ടായിരുന്നു. അത് ഡെഫിനറ്റ്ലി ഒന്ന് അതൊരു നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഇപ്പത്തെ കാലത്ത്, ബിക്കോസ് എല്ലാവരും പുറത്തേക്ക് ഓടിപ്പോകുന്ന ഒരു കാലാണ് ഈ ഒരു. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ന്യൂസിൽ ഇപ്പൊ ഹോട്ട് ടോപ്പിക് ആണിത്. കാരണം പുതിയ ഗവൺമെന്റ് കേരളത്തിൽ വന്ന് അവരുടെ ഒരു മിഷൻ എന്ന് പറഞ്ഞാല് ടു റീറ്റെയിൻ ടാലന്റ് ഇൻസൈഡ് ദ സ്റ്റേറ്റ് ഓർ കൺട്രി എന്നുള്ളതാണ്. അപ്പൊ അതിൽ പറയുന്നത് പറഞ്ഞാൽ ആൾക്കാർ കിടപ്പാടം പണയപ്പെടുത്തി പിന്നെ ഇത്തരം കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നതാണ്. അത് പക്ഷെ പലപ്പോഴും എന്താന്ന് വെച്ചാൽ അതൊരു ക്വാളിറ്റി ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കോ സയൻസ് ഉള്ള കോഴ്സുകൾക്ക് പോലും അല്ല കേട്ടോ. എങ്ങനെങ്കിലും ഒന്ന് കഴിച്ചാൽ എങ്ങനെങ്കിലും ഒന്ന് സ്ഥലം വിട്ടാൽ മതി എന്നുള്ള ഒരു ബേസിക്കലി അവിടെ സ്റ്റഡി പോലും അല്ല അവിടുത്തെ എയിം, സ്ഥലം വിടുക എന്നുള്ളതാണ്. ഉണ്ടാവാൻ വേണ്ടിട്ട് പോവല്ല. നമ്മൾ കുറെ കാണുന്നതാണ് ഇവിടെ. ഈവൻ US വരെ ഒരുപാട് ആൾക്കാർ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എത്ര ഇവിടെ ലാൻഡ് ചെയ്ത ഉടനെ ഇമ്മീഡിയറ്റ്ലി ഒരു മണി മേക്കിംഗ് മോഡിലേക്കാണ് പോവുക. ഓഡ് ജോബ്സ് ചെയ്യുക, ഊബറിന് ഡ്രൈവ് ചെയ്യുക. അപ്പൊ അതിനൊക്കെ പിന്നെ എല്ലാത്തിനും ഓഫ് കോഴ്സ് നല്ല പേ ആയിരിക്കും ഇവിടെ, ബിക്കോസ് ഇവിടെ ഡോളറിലാണല്ലോ കിട്ടുന്നത്. ഇപ്പൊ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഒരുപാട് ആൾക്കാർ ഒരു ചെറിയ വീട്ടിൽ താമസിച്ച് ആ എക്സ്പെൻസസ് ഒക്കെ മാക്സിമം കുറയ്ക്കുക, ഇൻകം മാക്സിമം കൂട്ടുക. പലരും ക്ലാസ് പോലും കയറിയിട്ടുണ്ടാവില്ല, യുനോ. അപ്പോ ആ ഒരു ഇത് I will obviously never advocate for that. And even ഒരു paid masters ഒരു ലോൺ ഒക്കെ എടുത്തിട്ട് മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ you have to be extremely careful, because ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രസ്റ്റീജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ഓഫ് കോഴ്സ് ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പം MIT-യിൽ നിങ്ങൾക്ക് ഒരു മാസ്റ്റേഴ്സ് അഡ്മിഷൻ കിട്ടി, അപ്പോൾ നിങ്ങൾ ലോൺ എടുത്ത് വരുന്നതിന് obviously I would say no, that is worth it, because first of all നിങ്ങൾ MIT കയറിയപ്പോൾ they have done their due diligence, അങ്ങനത്തെ ആൾക്കാരെ കേട്ടുള്ളൂ. So the chances of you succeeding in an institution like that is also quite high. അപ്പൊ അത് കാരണം തിങ്സ് വുഡ് ബി ഗുഡ്. പക്ഷെ ഒരു റാൻഡം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ചെയ്യുന്ന ഐ വുഡ് ബി വെരി വെരി കെയർഫുൾ. അതിപ്പം അതിന്റെ ഒരു സത്യാവസ്ഥ ഒരുപാട് എന്താ പറയാ ആൾക്കാരെ ബോധ്യപ്പെടുത്തിയത് ഒരു വലിയ ക്രെഡിറ്റ് ഐ തിങ്ക് വാഴ 2 ആയിരിക്കും. വാഴ 2 അതിന്റെ ഒരു സത്യാവസ്ഥ ഏകദേശം കണ്ടിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ ഇഫ് യു ഹവ് സീൻ. അതിലൊരു വാഴ 2 വളരെ ഭംഗിയായി കാണിച്ചിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ. അത് UK ആയിരുന്നു. പലരും UK ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. അപ്പൊ എന്തായാലും നമുക്കൊരു സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാം വഴി കുറച്ച് പൈസ കൊടുത്ത് എവിടെയെങ്കിലും ഒന്ന് കയറാന്നുള്ള ഒരു മട്ടില്. അപ്പോ അതിനും ഓഫ് കോഴ്സ് ഐ വിൽ നെവർ സജസ്റ്റ് എനിബഡി ഡു ദാറ്റ്. അത് ശരിക്കും ഒരു ഗാംബിൾ തന്നെയാണ്. നിങ്ങൾ ഒരു ഇറ്റ് മേ വർക്ക് ഔട്ട്, മേ നോട്ട് വർക്ക് ഔട്ട്, പക്ഷെ ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോ അവിടെ പോയിട്ട് ആദ്യം കാർണഗി മെല്ലണിൽ പോയി മാസ്റ്റേഴ്സ്, അവിടുന്ന് വീണ്ടും ഒരു മാസ്റ്റേഴ്സ് എടുത്തു. മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടേഷണൽ ഡേറ്റ സയൻസ് സിസ്റ്റംസ്. അപ്പൊ അത് ഇതിന്റെ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇതായിരുന്നു. അപ്പൊ അന്ന് അത് തീരാനായപ്പോ വീണ്ടും അതുപോലെ തന്നെ ഒരു ഇതായിരുന്നു. അതായത് അന്ന് ദാറ്റ് ഈസ് ഓൾസോ ഗുഡ് ടൈം ടു ഗെറ്റ് ഇൻ ടു ഇൻഡസ്ട്രി. പക്ഷെ ഞാൻ അധികം അത് ഫോക്കസ് ചെയ്തില്ല. എനിക്ക് ഈ PhD ചെയ്യണം എന്നുള്ള താല്പര്യം കൊണ്ട് പലയിടത്തും PhDക്ക് അപ്ലൈ ചെയ്ത് യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ അവിടെയാണ് PhDക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പൊ അങ്ങനെ ഇവിടെ ഷിക്കാഗോയിലേക്ക് മാറി. ഷിക്കാഗോ ഒരു റഫ്ലി 6 to 7 years, 6.5 years PhD ഇവിടുന്ന് ഫിനിഷ് ചെയ്തു. 2023 എന്റെ PhD കഴിഞ്ഞിട്ട് ഫൈനലി ഫോർമലി ഡോക്ടറൽ ഡിഗ്രി കിട്ടിയത്. 2007 നമ്മൾ ബിടെക് കഴിഞ്ഞിട്ടുണ്ട്. ഞാന് 2023 വരെ സുഹേലിനെ നോക്കുമ്പോ സുഹേൽ സ്റ്റുഡന്റ് ആണ്. സ്റ്റുഡന്റ് ഒരു ചെറിയൊരു ബ്രേക്ക്, ഒരു 4 വർഷത്തെ ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ. ബട്ട് അതർ ദാൻ ദാറ്റ് യെസ് കറക്റ്റ് ഫുൾ ടൈം സ്റ്റുഡന്റ് ആയിരുന്നു.
അപ്പൊ പക്ഷെ അത് അത്രയും കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിൽ തന്നെ പ്രൊഫസറായിട്ട് അതെ. അപ്പൊ അന്ന് ഇവിടെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. അന്ന് ആണെങ്കിൽ കറക്റ്റ് എന്റെ PhD കഴിയുന്ന സമയത്ത് അപ്പോഴായിരുന്നു ആ പോസ്റ്റ് പാൻഡമിക് ലേ ഓഫ് സ്പ്രീ തുടങ്ങിയത് ഇൻഡസ്ട്രിയിൽ. അപ്പൊ ആദ്യം ഇൻഡസ്ട്രിയിൽ പോകാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ എന്റെ കൂടെ PhD പഠിച്ച ഒരു പയ്യനും ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള ഒരു പയ്യനും മൂപ്പര് മെറ്റയില് കയറിയിട്ടുണ്ടായിരുന്നു, റീസെർച്ച് സയന്റിസ്റ്റ് ആയിട്ട്. മൂപ്പരുടെ ഓൺ ബോർഡിങ്ങിന്റെ ഇടയിൽ മൂപ്പര് ഫയർ ചെയ്തു. ഓൺ ബോർഡിങ്ങിന്റെ ഇടയിൽ മൂപ്പരെ ലേ ഓഫ് ചെയ്തു. കൻ യു ഇമാജിൻ? ലൈക്ക് ഒരു ഭയങ്കര വേവ് ആയിരുന്നു. എത്രയോ ആൾക്കാർ 25,000 സംതിങ് ജോബ്സ് ഒക്കെ അന്ന് അവര് കട്ട് ചെയ്ത. ബിക്കോസ് പാൻഡമിക് സമയത്ത് അവര് ഓവർ ഹയർ ചെയ്തു. പാൻഡമിക് സമയത്ത് they just believed that ഇനിയിപ്പോ ലോകം ഇനി ഇങ്ങനെ ആയിരിക്കും, എല്ലാരും കമ്പ്യൂട്ടറും എല്ലാരും. അപ്പോ അതെ അതെ അതെ. അപ്പൊ അത് കാരണം എല്ലാരും അന്ന് മെറ്റാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ബെറ്റ് ചെയ്തല്ലോ ഈ മറ്റേ മെറ്റവേഴ്സിന്റെ ആ ഒരു ഭയങ്കര ഒരുപാടുള്ള കറക്റ്റ്. അപ്പൊ അവര് കംപ്ലീറ്റ്ലി പിവറ്റ് ചെയ്തു. അവര് സോഷ്യൽ കഴിഞ്ഞു എന്നുള്ള ഇനി മെറ്റയിലേക്ക് നമ്മുടെ മെറ്റ എറ തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പിവറ്റ് ചെയ്തു. അത് കംപ്ലീറ്റ് ട്രാഷ് ചെയ്തില്ല അപ്പൊ ആ പ്രോജക്റ്റ് തന്നെ പ്രിറ്റി മച്ച്. അത് ഇനിയിപ്പോ ഒന്നുമില്ലാതെ തന്നെ പറയാം. അതിന്റെ ഒരു ഹാർഡ്വെയർ സെഗ്മെന്റ് ഉണ്ട് ഇപ്പോഴും. VR ഇപ്പോഴും ഒരു മേജർ പ്ലെയർ ആണ് മെറ്റ. ബട്ട് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. അല്ല അവർ വിചാരിച്ച പോലെ ഇനിയിപ്പം ലോകത്തിലെല്ലാ മീറ്റിംഗും അത് വെച്ചിട്ടായിരിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നല്ലോ. അതൊക്കെ കംപ്ലീറ്റ്ലി പോയി. അതൊരു കോഷണറി ടെയിലാണ് കേട്ടോ. നിങ്ങള് എല്ലാവർക്കും കാണാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഹൈപ്പ് സൈക്കിളിൽ വന്നു പോകും. അപ്പോ ഡോണ്ട് അറ്റാച്ച് യുവർ കരിയർ ഓർ ഫ്യൂച്ചർ ടു എ സ്പെസിഫിക് ഹൈപ്പ് സൈക്കിൾ, ഇൻക്ലൂഡിങ് AI ഒന്ന് ശ്രദ്ധിക്കണം. AI ഡെഫിനറ്റ്ലി കമ്പയർ ടു മെറ്റവേഴ്സ് മച്ച് മോർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. വി കൻ ഡിസ്കസ് ഓൾസോ ഇൻ ഡീറ്റെയിൽ അതിനെ പറ്റി. ബട്ട് ഇത് അപ്പോ ഈ നമ്മളിപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഷിക്കാഗോയിൽ വന്ന സമയത്ത് എന്താ പറയാ, സുഹേല് എന്നെ ഇൻവൈറ്റ് ചെയ്തല്ലോ അവിടെ യൂണിവേഴ്സിറ്റി ഒന്ന് കാണാൻ. ഞാൻ ഐ ഹാവ് നെവർ ബീൻ ടു എനി US യൂണിവേഴ്സിറ്റി ബിഫോർ. ഞാൻ ഒന്ന് അകത്തേക്ക് കയറിയിട്ടില്ല. ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ കണ്ടിട്ടൊക്കെ ഉണ്ട് എന്നല്ലാതെ. അപ്പോൾ എനിക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നെ മാത്രമല്ല നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു സാധാരണ ഒരു പഴയ ഒരുപാട് ഒരു സെഞ്ചുറീസ് ഓൾഡ് എന്ന് പറയാൻ പറ്റിയ ആ ടൈപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോ അത് എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ആ ലൈബ്രറി, പിന്നെ ആ ലൈബ്രറിയിലുള്ള ഒരു എന്താ പറയാ സൈലൻസും ലൈക്ക് അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ചില ഇടനാഴികളിൽ ആളുകൾ പുസ്തകം വായിച്ച് അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ചെയ്ത് ഇങ്ങനെ കൂർമ്മതയോടെ ആ ഒരു സംഗതികൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇതൊരു ഗ്ലോബൽ ലൈക്ക് വൺ ഓഫ് ദ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ദ വേൾഡ് ആണ് യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ. മറ്റേ ഈ ഗ്ലോബൽ റാങ്കിങ്സിലൊക്കെ നമ്പർ 9 നമ്പർ 8 അങ്ങനത്തെ പല റാങ്കിങ്സിലും വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടുത്തെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു മെയിൻ ഹേലോ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് എക്കണോമിക്സ് ആണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലാണ് ഒരുപാട് വലിയ എക്കണോമിക് തിയറീസ് വന്നത്. മിൽട്ടൺ ഫ്രീഡ്മനും അങ്ങനത്തെ ബിഗ് എക്കോണമിസ്റ്റ് ഇവിടെ പ്രൊഫസേഴ്സ് ആയിരുന്നു. അപ്പോ പലരും പറയുന്നത് ഈ ലോകത്തിലെ ഇപ്പോഴത്തെ നിയോ ലിബറൽ എക്കണോമിക്സിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ഫോം ചെയ്ത യൂണിവേഴ്സിറ്റി ഇവിടെയാണ്, ഈ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയില്. അത് കൂടാതെ ഓൾമോസ്റ്റ് ഒരു 95 നോബൽ പ്രൈസുകൾ തന്നെ ഉണ്ട് ഇവിടെ. ഈ പ്രൊഫസർമാരും അലുമിനി. ഞാൻ PhD പഠിക്കുന്ന 6 കൊല്ലത്തിന്റെ ഇടയിൽ സിറ്റിംഗ് പ്രൊഫസേഴ്സിന് 2 പേർക്കാണ് നോബൽ പ്രൈസസ് വന്നത്. ഡയമണ്ട് ഡഗ്ലസും പിന്നെ I'm trying to recall his name, but the father of behavioral economics ഒരാളും കൂടി, 2 പേരും കൂടി നമ്മൾ ഇവിടെ ഉള്ള സമയത്ത് തന്നെ നോബൽ പ്രൈസ് ഇവിടെ വന്നിട്ടുണ്ട്. സോ യു കൻ ഇമാജിൻ വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോ ഇവിടെ വന്ന് പഠിക്കുന്ന പിള്ളേർക്കും they are also quite aware of that. First of all, ഇവിടുത്തെ സ്റ്റഡി കോസ്റ്റ് ആൻഡ് സ്റ്റഡി ഓപ്പർച്യൂണിറ്റീസ് ക്വൈറ്റ് ഹൈ, വെരി എക്സ്പെൻസീവ്. പക്ഷെ ഇവരിപ്പം ഒരു രണ്ടാഴ്ച മുമ്പ് അനൗൺസ് ചെയ്തു ഫോർ എനി ഫാമിലി മേക്കിംഗ് ലെസ് ദാൻ $250,000 per year യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ ഫ്രീ ആണ് ഇപ്പോൾ. ശരി. സോ
the thing is you have to be able to get in. ഭയങ്കര കമ്പറ്റിറ്റീവ് ആണ് അതിലേക്ക് അതെ കയറാൻ. ഡെഫിനറ്റ്ലി എനിത്തിങ് ഫ്രീ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കോമ്പറ്റീഷൻ Yeah. ടൈറ്റ് ആവുമല്ലോ. And അപ്പോൾ vast majority of people who join the university, they probably make much more than $250K per year as a family. If you make less than 125, പിന്നെ ട്യൂഷൻ മാത്രമല്ല, ട്യൂഷൻ ആൻഡ് ലൈക്ക് ലിവിങ് എക്സ്പെൻസസ് തരും ഇവിടെ യൂണിവേഴ്സിറ്റി പഠിക്കാൻ. അപ്പൊ ആൾക്കാർക്ക് ഭയങ്കര ലൈക്ക് ഒരു ബോധമുണ്ട് ദാറ്റ് ദിസ് ഇസ് ഒരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ. നമ്മൾ if we expend some work here, we will reap the rewards. Because ഇങ്ങനത്തെ ഒരു prestigious university, നല്ല പ്രൊഫസേഴ്സ്, നല്ല കോഴ്സ് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ ലൈക്ക് അത് ഇൻട്രസ്റ്റോടെ ചെയ്യാൻ ആൾക്കാർ സ്വാഭാവികമായി അത് ചെയ്യും. സോ ആ ഒരു വ്യത്യാസം ഡെഫിനറ്റ്ലി കാണാനുണ്ട് ഇവിടെ. ആൻഡ് ക്ലാസ് പഠിപ്പിക്കും. അപ്പോൾ ഐ ടീച്ച് ബോത്ത് അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് മാസ്റ്റേഴ്സ് ആൻഡ് PhD സ്റ്റുഡൻസ്. കമ്പ്യൂട്ടർ സയൻസിലെ ടോപ്പിക്സ് ആണ് പഠിപ്പിക്കുന്നത്. എൻട്രി ലെവൽ സ്റ്റുഡൻസ് ആണെങ്കിൽ ബേസിക് പ്രോഗ്രാമിംഗ് പഠിപ്പിക്കും. അഡ്വാൻസ് സ്റ്റുഡൻസിന് ഡേറ്റാബേസസും ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് ആണ് പഠിപ്പിക്കാറ്. ക്ലാസ് പഠിപ്പിക്കാൻ തന്നെ എന്ത് രസമാണെന്ന് അറിയാം. ബിക്കോസ് എല്ലാവരും ഭയങ്കര അറ്റൻറ്റീവ് ആണെന്ന് മാത്രമല്ല, ഈ ചോദ്യങ്ങൾ വരും. സോ ഐ മൈസെൽഫ് ഹാവ് ടു ബി റിയലി പ്രിപ്പയർഡ് വിത്ത് ഓൾ ഓഫ് ദ സബ്ജക്ട് മാറ്റർ. ഞാൻ ജസ്റ്റ് വന്ന് അവിടെ പ്രേമത്തിലെ ജാവ ഡയലോഗ് ഒന്നും ഇവിടെ നടക്കൂല. ലൈക്ക് എല്ലാ കാര്യങ്ങളും പവർഫുൾ ആണ്, റോബസ്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ലൈക്ക് ഇവരുടെ ചോദ്യങ്ങൾ ഉണ്ടാവും. ലൈക്ക് സംടൈംസ് വളരെ സീരിയസ് ചോദ്യങ്ങളായിരിക്കും. I'll answer to the best of my ability, but I'd have to look up a few additional things to be able to say that എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്യണം ഇമെയിലില് ഓർ അല്ലെങ്കിൽ ഒരു ഫോറമില്. ലൈക്ക് ഓക്കെ യെസ് ദിസ് വാസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ, ഹിയർ ആർ ദ തിങ്സ് ദാറ്റ് മേക്ക് സെൻസ്. ഭയങ്കര ഷാർപ്പാണ് ഇവിടുത്തെ സ്റ്റുഡൻസ്. They keep me on my toes. Yeah. Nice. Okay, before we stop, ഒരു ലാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഇപ്പോൾ AI ആണല്ലോ, ലൈക്ക് AI ഒരു ഡിസ്റപ്ഷൻ തന്നെയാണ്. ലൈക്ക് എവറി ഫീൽഡ് ഓഫ് വർക്കിനെ സം വേ ഓർ ദ അതർ അഫക്റ്റ് ചെയ്തു. ചിലതിനെ ചിലപ്പം ഫേസ് ഔട്ട് ചെയ്ത് കളയാൻ സാധ്യതയുണ്ട്, കളഞ്ഞിട്ടുണ്ട്. ചിലതിനെ ചിലപ്പോൾ ട്രാൻസ്ഫോം ചെയ്യും, ഒക്കെ പല നിലക്കും ഉണ്ട്. അപ്പോൾ ഗോയിങ് ഫോർവേഡ് ഒരു ലൈക്ക് ഫ്യൂച്ചർ, ഇപ്പോൾ ഒരു ലൈക്ക് സേ 2 years ഫ്രം നൗ ഒരു എംപ്ലോയ്മെന്റിലേക്ക് പോകുന്ന ഒരു എനി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിന് ഓക്കെ ഇന്ന് എന്താണ് അയാൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് സുഹൈലിന്റെ ഒരു വ്യൂ പോയിന്റ് ഓണസ്റ്റ് ആയിട്ട് എന്തായിരിക്കും? ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തത്, ഫസ്റ്റ് തിങ് ഇസ് അറ്റ്ലീസ്റ്റ് കമ്പ്യൂട്ടർ സയൻസിന്റെ കാര്യത്തിൽ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആയിരിക്കണം. ബിക്കോസ് എന്താന്ന് വെച്ചാൽ ഒരുപാട് കാലമായിട്ട് നാട്ടിലൊരു പ്രശ്നം പറഞ്ഞാൽ നമ്മൾ ട്രെൻഡ്സിനെ ചേസ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ ആയി മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ വേറൊരു പോഡ്കാസ്റ്റിൽ തന്നെ പറഞ്ഞത്, ഇപ്പോൾ ഒരു 12ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു കുട്ടിയോടാണ് ഇപ്പം ആൾക്കാർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ബിടെക് കമ്പ്യൂട്ടർ സയൻസിൽ ചെയ്യണോ, AI ചെയ്യണോ, സൈബർ സെക്യൂരിറ്റിയിൽ ചെയ്യണോ എന്ന് അപ്പം തന്നെ തീരുമാനിക്കണം. ദ 12th സ്റ്റാൻഡേർഡ്. ആൻഡ് അത് തീരുമാനിക്കാൻ ഇപ്പം എന്ത് എവിഡൻസ് അവർക്ക് കിട്ടിയിരിക്കുന്നത്? ലൈക്ക് ചിലപ്പോൾ കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ബട്ട് അതർവൈസ് ഹൗ വുഡ് ദേ നോ വാട്ട് ടു ടേക്ക്? അതൊരു സിസ്റ്റത്തിന്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ പീപ്പിൾ ഹു ആർ കറന്റ്ലി ഇൻ ദ സിസ്റ്റം, ഐ വുഡ് സേ നിങ്ങളുടെ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾ പ്രോബ്ലം സോൾവിങ്, ജനറിക് പ്രോബ്ലം സോൾവിങ് പഠിക്കണം. നോട്ട് ജസ്റ്റ് ഒരു ലാംഗ്വേജിൽ ഈ ഒരു കാര്യം എങ്ങനെയാണ്, പക്ഷെ ഈ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്സ് ഉണ്ട്. അതായത് ജനറൽ ആൽഗോറിതമിക് കോൺസെപ്റ്റ്സ്. ഒരു പ്രോഗ്രാം നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിട്ട് അത് പോയി എക്സാമിൽ എഴുതുന്നതല്ല പ്രോഗ്രാമിംഗ്, റൈറ്റ്? ബിക്കോസ് അത് ഒരു മെഷീൻ അത് ചെയ്യാൻ പറ്റും. ഈ AI സിസ്റ്റംസ് ട്രെയിൻ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ AI സിസ്റ്റം ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന് കുറെ സാധനങ്ങൾ ഇങ്ങനെ ഫീഡ് ചെയ്യും. അതൊരു ഫീഡ് ഫോർവേഡ് ലൂപ്പും ഒരു ന്യൂറൽ നെറ്റ്വർക്കിൽ അത് പാരാമീറ്റേഴ്സ് ട്രെയിൻ ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാണ്, ഈ ന്യൂറൽ നെറ്റ്വർക്ക് ട്രെയിൻ ചെയ്യുന്നതും നമ്മൾ സാധാ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോളേജിൽ കുട്ടികൾ പഠിപ്പിക്കുന്ന ഒരേപോലെയാണ്. ഓൾമോസ്റ്റ്. മാത്രമല്ല ഞാൻ ആ ഒരു അനാളജി ഭയങ്കര ഇതാണ്. ഇപ്പോൾ എന്താ പറയാ, AI-നോട് നമുക്ക് എന്താ പറയാ, ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിന്റെ പെരുമാറ്റം പോലെ ഇപ്പം ഒരു 2 മോഡലിനോട് നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലെസ് മെച്ചുവർ മോഡലിനോടും ഒരു നല്ല മെച്ചുവർ ആയിട്ടുള്ള ഒരു സാധനത്തിനോടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ
ഈ ലെസ് മെച്ചറിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഫ്രഷറായിട്ട് സംസാരിക്കുന്ന ഒരു Correct, വൈബും correct, 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 മറ്റാളുകൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള correct. ഒരു ഇതുമാണ്. And the difference is the training data. അപ്പോൾ മനുഷ്യന്മാരാകുമ്പോൾ ഡിഫറൻസ് എക്സ്പീരിയൻസും അവരെന്തൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ള അപ്പോൾ ആ ഒരു അനാലിസി തന്നെയാണ്. AI-ന്റെ കാര്യത്തിൽ ഐ വുഡ് സേ ദാറ്റ് ഇപ്പം സം ഓഫ് ദ ടോപ്പ് എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് റൈറ്റ് നൗ ഓബ്വിയസ്ലി AI തന്നെയാണ്. അതിൽ സ്ട്രോങ് കമ്പ്യൂട്ടർ സയൻസും AI ഫണ്ടമെന്റൽസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ബട്ട് യു ഹാവ് ടു ലേൺ ഹൗ ടു ബിൽഡ് AI സിസ്റ്റംസ്, നോട്ട് യൂസ് ദം. അത് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈവൻ KTUയുടെ സിലബസ് എന്നുള്ളത് എല്ലാ ലേമാനും അതെ അറിയേണ്ട ഒരു കാര്യമാണ്. കറക്റ്റ്. മോഡൽസ് ട്രെയിൻ ചെയ്യുന്നത്, മോഡൽസിന്റെ ആൻഡ് ഐ തിങ്ക് the biggest skill that will be expected of you is that ഒരു മോഡലിന്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് ഏറ്റവും വലുത്. അത് നമ്മൾ വേറൊരാൾക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഓണർഷിപ്പ് എടുക്കാൻ പറ്റുന്ന അത് എടുക്കാൻ പറ്റണം. പ്ലസ് ഒരു ഔട്ട്പുട്ട് കണ്ടാൽ ഹേ ഇത് ശരിയല്ലല്ലോ, ഇത് ചെയ്താൽ ഇതൊരു പ്രശ്നമായിരിക്കുമല്ലോ. ഓഫ് കോഴ്സ് ഇതിപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണ്. ഇനിയിപ്പം ഗോയിങ് ഫോർവേഡ് ഇഫ് യു ലിസൺ ടു ഓൾ ഓഫ് ദ ഇവാഞ്ചലിസ്റ്റ്, അവർ പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ അത് സോൾവ് ആവുന്നതാണ്. ഐ ഡോണ്ട് അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ പ്രോബബിലിസ്റ്റിക് AI മോഡൽസ് വെച്ചിട്ട് അത് ഒരിക്കലും അങ്ങനെ പെർഫെക്റ്റ്ലി 100% സോൾവ് ആവുന്ന ഒരു പ്രശ്നമായിരിക്കില്ല ഈ ഹാലുസിനേഷനും കാര്യങ്ങളൊക്കെ. ഇപ്പോഴും നിങ്ങൾക്ക് ക്ലോഡ് അല്ലെങ്കിൽ മറ്റേ AI സിസ്റ്റത്തിൽ ഒരു സിമ്പിൾ പ്രോംപ്റ്റ് ഉണ്ട്, ഇപ്പം വളരെ ഫേമസ് ആയതാ. ഐ ഹാവ് ടു വാഷ് മൈ കാർ. The car wash is 10 meters away from my house. Should I walk there or should I take the car? You can walk. ഇപ്പോഴും AI സിസ്റ്റംസ് ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പോ ഈ പ്രോബബിലിസ്റ്റിക് റീസണിങ് അല്ലാതെ ഈ ഒരു എവിഡൻസ് ബേസ്ഡ് റീസണിങ്ങും പ്രിൻസിപ്പിൾസ് ബേസ്ഡ് റീസണിങ് ഇപ്പോഴും ചാലഞ്ചിങ് ആണ്. ഇറ്റ് കുഡ് ഗെറ്റ് ബെറ്റർ കമ്മിങ് ഫോർവേഡ്. പക്ഷെ ഐ വുഡ് സേ ഈ മോഡൽസിന്റെ ബേസിക് കാര്യങ്ങളും AI പഠിച്ചാൽ നല്ലതാണ്. ബട്ട് യു ഹാവ് ടു ലേൺ ഹൗ ടു ട്രെയിൻ ക്ലാസിഫയേഴ്സ് ആൻഡ് ലൈക്ക് ട്രെയിൻ മെഷീൻ ലേണിംഗ് സിസ്റ്റംസ്. അതിന് മിക്കവാറും ഒരു എക്സ്പ്ലോഷൻ വരാൻ സാധ്യതയുണ്ട് ഐ തിങ്ക് ഇൻ ടേംസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് സ്പെസിഫിക് ടാസ്ക് ഓറിയന്റഡ് AI സിസ്റ്റംസ്. അതായത് ഓരോ സ്പെസിഫിക് പർപ്പസ് ഡ്രിവൺ ആയിട്ടുള്ള. ഇപ്പം ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ തന്നെ അറിയാലോ, ഈ മറ്റേ ക്യാമറ ബേസ്ഡ് ഡിഫക്ട് ഡിറ്റക്ഷനും അതൊക്കെ ഒരു AI മോഡലാണ് അതിന്റെ ഇടയിൽ. അപ്പൊ അതുപോലത്തെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ അപ്പൊ ആ ആംഗിളിൽ ചിന്തിക്കുമ്പം യുവർ അഡ്വൈസ് ഈസ് ട്രൂ ഫോർ അതർ ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഓൾസോ, ലൈക്ക് കമ്പ്യൂട്ടർ സയൻസിന് മാത്രം. കാരണം അവരുടെ ഫീൽഡിലും പല കാര്യങ്ങളും ഇതുപോലത്തെ ഉണ്ടാവുമല്ലോ. ലൈക്ക് AI സിസ്റ്റംസ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ. ചിലപ്പോൾ സ്പെസിഫിക് മോഡൽസിനെ ട്രെയിൻ ചെയ്യലൊക്കെ ചിലപ്പോൾ അവിടെ ഒരു ആവശ്യമായിട്ട് വരും. അതൊന്ന്. ബട്ട് ഓൾസോ നിങ്ങളുടെ ഡൊമൈൻ നോളജ് വളരെ സ്ട്രോങ് ആയിരിക്കണം. ബിക്കോസ് ഇതിന്റെ ഔട്ട്പുട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്രിട്ടിക്കലി റീഡ് ചെയ്യാൻ പറ്റണം. ഇത് ശരിയല്ലല്ലോ. അപ്പൊ അതിനുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം. അത് ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച് ഐ തിങ്ക്. അപ്പൊ അതൊക്കെയാണ് തോന്നുന്നത്. ലൈക്ക് വി ആർ ഓൾമോസ്റ്റ് റീച്ചിങ് ടു an hour. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ്. പിന്നെ വളരെ സന്തോഷം. ഇൻഷാല്ലാ നമുക്ക് ഇനിയും കാണാം. ഓക്കെ സുഹൈൽ, താങ്ക് യു.